കേന്ദ്രത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ വിജ്ഞാന സദസ്സിലേക്ക് ഇതിൻ്റെ ഒന്നുമല്ലാത്ത ആരുമല്ലാത്ത എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ കോട്ടയം യൂണിയനോട്, പ്രസാദിനോട്, എല്ലാവരോടും, ആരാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും അറിയിക്കുകയാണ്. എന്നെ പരിചയമുള്ള കോട്ടയംകാരും എല്ലാവരും കാണും, ചെങ്ങന്നൂരുകാർക്ക് വലിയ പരിചയം ഉണ്ടാവില്ല അല്ലേ? ആണോ? അതെ, ഒന്ന് സന്തോഷമായിട്ടിരിക്കണം എൻ്റെ ക്ലാസ്സിൽ. കാരണം ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോഴേ ഭയങ്കര വിഷമത്തില്, നിരാശയില്, എന്തോ നിങ്ങളുടെ മുഖം നോക്കിയിട്ട് എനിക്കൊരു സന്തോഷം തോന്നിയില്ല. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ സന്തോഷമായിട്ടിരിക്കണം. കാരണം ഞാൻ പറയാൻ പോകുന്നത് ഗുരുദേവനെ കുറിച്ചല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പഠന ശിബിരവുമായിട്ട് ബന്ധപ്പെട്ടതിൽ അങ്ങനെയുള്ള പഠന വിഷയങ്ങളൊന്നുമല്ല. ഞാൻ വേറൊരാളാണ്. എൻ്റെ പേരൊക്കെ മനസ്സിലായി അല്ലേ? എൻ്റെ പണി എന്നാന്നറിയാവോ? ക്ലാസ് എടുക്കുകയല്ല. അങ്ങനെ ആരും വിചാരിക്കരുത് കേട്ടോ. ചിലരുടെ വിചാരം ഞാൻ ഈ ക്ലാസ് എടുക്കാൻ നടക്കുന്ന ഒരാളാണെന്നോ. ഒരിക്കലും അല്ല. എൻ്റെ പണി എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. ഞാൻ ഒരു ഡോക്ടറാണ്, സൈക്കോളജിസ്റ്റാണ്. പഠിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സുകളെ കുറിച്ചാണ്. മനപ്രയാസമുള്ളവര്, വേദനകളുള്ളവര്, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തില് ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവര്, നൊമ്പരങ്ങളുള്ളവര് മാത്രമാണ് എന്നെ കാണാൻ വരുന്നത്. സന്തോഷമുള്ള ആരും എന്നെ കാണാൻ വരാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ ഈ ഇങ്ങനെ ഇരിക്കുന്ന മുഖം കണ്ടേച്ച് പോകുന്നതിനോട് ഒരു എന്താ പറയുക, എനിക്കതിന് വലിയ താല്പര്യമില്ല. ഞാൻ കഴിഞ്ഞ 46 വർഷങ്ങളായി കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിച്ച് കിട്ടിയ അനുഭവ സമ്പത്തിൽ നിന്ന് ഇന്ന് കുടുംബങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച്, കുടുംബങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരോർമ്മപ്പെടുത്തലിന് ശ്രമിക്കുകയാണ്. ഞാൻ 1978 എൻ്റെ സൈക്കോളജി പഠനമൊക്കെ പൂർത്തിയാക്കി ഈ കൗൺസിലിംഗ് ഫീൽഡിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. 78, 80s എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത്രയേറെ പുരോഗമനമൊന്നുമുള്ള ഒരു കാലമല്ല. കറണ്ടില്ലാത്ത കാലം, യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത കാലം. ഞാൻ പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. ആരും പഠിക്കാത്ത ഒരു വിഷയം, ആരും കൈവെക്കാത്ത ഒരു വിഷയം പോയി പഠിച്ച് ഇറങ്ങിയപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞതാ, ഇത് പഠിച്ചിട്ട് നിന്റെ പിള്ളേർക്ക് പച്ചരിക്കഞ്ഞി വെച്ച് കൊടുക്കത്തില്ല മോളെ, ഇത് വേണ്ടാത്തൊരു വിഷയമാണ്, കേരളത്തിൽ വേണ്ട, ഇത് സായിപ്പിൻ്റെ പ്രശ്നങ്ങളാണ്. ഞാൻ പഠിച്ചത് സായിപ്പിൻ്റെ പുസ്തകങ്ങളാണ്. മലയാളത്തിലുള്ള ഒരു പുസ്തകവും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞു ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അന്ന് ഞാൻ എൻ്റെ ചാച്ചനെ വെല്ലുവിളിച്ചു, ചാച്ച, നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന കപ്പ പുഴുങ്ങിക്കൊടുത്ത് കാന്താരിമുളക് പൊട്ടിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ പിള്ളേരെ വളർത്തിയാലും എനിക്കിത് പഠിക്കണം. ആരും കൈവെക്കാത്ത ഒരു കാര്യം എനിക്ക് പഠിച്ചെടുക്കണമെന്നൊരാഗ്രഹം. പക്ഷെ ഇന്ന് എൻ്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, നീ പഠിച്ചത് നന്നായി. കാരണം ഇന്ന് അത്രയേറെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങൾ. ഒരു കാലത്ത് പാവനമെന്നും പവിത്രമെന്നും നമ്മൾ കരുതിയിരുന്ന പലതും ഇന്ന് പഴഞ്ചനാശയങ്ങളായി മാറി. ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന ആശയത്തിന് പോലും ഒരു വിലയും ഇല്ലാതായി മാറിയിരിക്കുകയാണ്. വസ്ത്രം മാറുന്നത് പോലെ ഭാര്യ ഭർത്താക്കന്മാരെ മാറാനും, അല്ലെങ്കിൽ ഭർത്താവ് ജീവിതത്തിൽ എന്തെങ്കിലും വിഷമമുണ്ടാക്കുമ്പോൾ വേറൊരു പുരുഷനെ തേടി പോകാനും, അല്ലെങ്കിൽ വേറൊരു സ്ത്രീയെ തേടി പോകാനും, അതിന് ന്യായങ്ങൾ കണ്ടെത്താനും എൻ്റെ മുന്നിൽ വരുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല. ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് ചില ചിട്ടകൾ ഉണ്ടായിരുന്നു, ചില എന്താ പറയുക നിയമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ കാലഘട്ടം അങ്ങനൊന്നുമല്ല. പണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയാം. കാരണം ഞാൻ അത്ര ചെറുതൊന്നുമല്ല. ഞാൻ കല്യാണം കഴിച്ചിട്ട് 50 വർഷമായി. I am 71. എനിക്ക് പ്രായം കുറവൊന്നുമല്ല. അത്യാവശ്യം 70 എന്ന് പറയുന്നത് നല്ല പ്രായം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കണം. എന്നെ കണ്ട തോന്നത്തില്ലായിരിക്കും. അത് വേറെ കാര്യം. അതുകൊണ്ട് അപ്പോഴാ
ഈ 78, 80s ഞാൻ വരുന്ന കാലഘട്ടങ്ങളിൽ കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇന്റേണൽ പ്രോബ്ലമാണ്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിനുള്ളിലുള്ള പ്രോബ്ലം. ഉള്ളിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ത്രീകൾ തമ്മിലുള്ള പ്രോബ്ലമാണ്. ആണുങ്ങൾ കുറച്ച് മര്യാദയ്ക്കൊക്കെ ജീവിച്ചിരുന്നാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ട് പാവങ്ങളാണ് അവരെന്ന്. അങ്ങനെ തോന്നുന്നില്ല. അല്ല, അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഭീകരരൂപിയായ ഒരമ്മായിയമ്മ, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടിനെ പോലെ നിന്നിരുന്ന ഒരു മരുമോള്, ഇപ്പൊ നേരെ തിരിച്ച ഭീകരരൂപിയായ മരുമകള്, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടായ ഒതുക്കിക്കളഞ്ഞല്ലേ? ഒതുക്കിക്കളഞ്ഞോ? 80-85 കാലഘട്ടങ്ങളിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന കേസുകൾ കൂടുതലും സ്ത്രീധന പീഡനങ്ങൾ, അല്ലെങ്കിൽ മദ്യപാനം കൊണ്ട് തകർന്ന കുടുംബ ബന്ധങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതാണ്. പണ്ട് സ്ത്രീധന പീഡനം എന്നൊക്കെ പറഞ്ഞു വന്നത് പാവപ്പെട്ട മനുഷ്യന്മാരാണ്. പാവപ്പെട്ട സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 5000 രൂപ, അതൊക്കെ ഭയങ്കര സ്ത്രീധനാണെന്ന്. അതെ, 5000 രൂപയ്ക്ക് വേണ്ടി, ഇല്ലെങ്കിൽ 5 പവന് വേണ്ടിയൊക്കെ വന്ന കേസുകൾ, അത്ര കേസുകൾ ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് ഈ ദാരിദ്ര്യം പിടിച്ച കേസൊന്നും ഇല്ല. എല്ലാം തന്നെ ലക്ഷങ്ങളുടെയും കോടികളുടെയും ഇടപാടുകളാണ്. അതിനകത്ത് ജാതി പ്രശ്നമൊന്നുമല്ല, എല്ലാവരും ഒരുപോലൊക്കെ തന്നെയാണ്. അല്ലാതെ പിന്നെ ഞങ്ങൾക്ക് കുറവ്, ഇന്നർക്ക് കൂടുതലൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ കേസുകളിൽ ഇപ്പം ഞാൻ 14 യൂണിയനിൽ ഞാൻ പ്രിമാരേജ് കോഴ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ 14 യൂണിയനിൽ ഇന്നിപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞ് മുണ്ടക്കയത്തൊരു പരിപാടിയുണ്ട്, പ്രിമാരേജ് കോഴ്സാണ്. ഇവിടുന്ന് എനിക്ക് ഓടേണ്ടതാണ് അങ്ങോട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അവിടുന്ന് വരുന്ന കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്, ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരുടെയും പ്രശ്നം ഒന്ന് തന്നെയാണ്, ധാരാളിത്തം. അതായത് ഇപ്പോൾ വരുന്ന കേസുകളിൽ ലക്ഷങ്ങളുടെയും കോടികളുടെ ഇടപാടുകളാണ്. 2.5 കോടിയുടെ, 1.5 കോടിയുടെ, 50 ലക്ഷത്തിൻ്റെ. ഈയിടെ ഞാൻ ചെയ്തൊരു കേസുണ്ട്, 2.5 കിലോ സ്വർണം, 50 ലക്ഷത്തിൻ്റെ ഡയമണ്ട്. പിന്നെ ഇപ്പം എല്ലാവരും 2 കാറ്, 2 വണ്ടിയൊക്കെ കൊടുക്കും. പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു BMW കാറാണ് ഒന്ന്, പിന്നെ ഒന്ന് പിന്നെ വെൻഡോ എന്ന് പറയുന്ന വോക്സ്വാഗൻ്റെ ഒരു വണ്ടി, അത് ഓടിച്ചുകൊണ്ട് നടക്കാനും മറ്റേ പുതപ്പിച്ച് കിടത്താനും. നമ്മുടെയൊക്കെ പല വീടുകളിലും കണ്ടിട്ടില്ലേ പുതപ്പിച്ച് കിടത്തുന്നത്? അതാ ഞാൻ പറഞ്ഞേ. അങ്ങനെ 2 വണ്ടി, 3 വണ്ടി. അതിപ്പോൾ സാധാരണക്കാരനാണെങ്കിൽ അത് ചിലപ്പോൾ സ്വിഫ്റ്റ് ആകാം, ഓൾട്ടോ ആകാം, ബൈക്കാകാം, കൈനറ്റിക് ആകാം. വണ്ടിയുടെ എണ്ണം ഒന്ന് തന്നെയാണ്, വിലയിലുള്ള വ്യത്യാസമുള്ളൂ. ഇന്നലെ എനിക്ക് വന്നത് ഒരു പെണ്ണിന് കൊടുത്തത് ഒരു ബെൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും പുതിയ മോഡൽ. അയാൾ റെഡി ക്യാഷ് കൊടുത്ത് മേടിച്ചു. 1 കോടി ഏതാണ്ട് 60 ലക്ഷം അങ്ങനെ കണ്ടാണ്. എന്താണിത് എന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യനങ്ങ് ധാരാളിത്തത്തിലേക്ക് പോയിരിക്കുക. കടം മേടിച്ചും ലോൺ എടുത്തും അടിച്ചു പൊളിച്ച് കല്യാണവും വെച്ച് അതും വെച്ച് പാപ്പരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എന്താ പറയുക, മദ്യപാനം എന്ന് പറയുന്നത്, ഗുരുദേവൻ എന്നാ പറഞ്ഞേ? മദ്യം വിഷമാണെന്ന് പറഞ്ഞായിരുന്നല്ലേ? ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ആരാന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ആരാന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. ഗുരുദേവൻ നല്ലത് വിചാരിച്ച് പറഞ്ഞതാ. ഇത് വിജ്ഞാന ക്ലാസ് ആണല്ലോ അല്ലേ? വിജ്ഞാനം നല്ലതാ. പക്ഷേ എനിക്ക് പണ്ടൊക്കെ വരുന്നത് മദ്യപാനം എന്ന് പറഞ്ഞാൽ വീട്ടുകാരൻ മദ്യപിക്കും. അത് ജോലിയൊക്കെ കഴിഞ്ഞ് പോയി ചിലപ്പോൾ ഷാപ്പിൽ കയറുന്നു, ബാറിൽ കയറുന്നു, അങ്ങനെ വീട്ടുകാരൻ മദ്യപിക്കുന്ന കേസുകൾ, മദ്യപിച്ച് വീട്ടിൽ വന്ന് ഭാര്യയെ തല്ലുന്ന, അല്ലെങ്കിൽ താലിമാല വിറ്റ് കുടിക്കുന്ന, കുടുംബത്തിന് അടിത്തറ മാന്തുന്ന അത്തരം കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടുകാരൻ മേടിച്ചുകൊണ്ട് വരുന്നു, ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വാടി എന്ന് പറയുന്നു. അങ്ങനെ ഗ്ലാസ് വെള്ളം നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ തൊട്ട് നിൽക്കാൻ വല്ലതും ഉണ്ടോടി എന്ന് ചോദിക്കുന്നു. അച്ചാറാണെങ്കിലും മതിയെന്ന് പറയുന്നു. ഒരു കൂട്ടായ്മയുടെ അനുഭവമായിട്ട് അല്ലേ? ഉണ്ടോ? ഒരു കൂട്ടായ്മയുടെ അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. സ്ത്രീകൾ മോശമല്ല. പ്രത്യേകിച്ച് പണ്ടൊക്കെ ഞാൻ പറയാം, ഹൈന്ദവ സമുദായത്തിലെ പെണ്ണുങ്ങൾ കുറച്ചുകൂടി മാനമര്യാദയൊക്കെ കാണിച്ചിരുന്നുവെന്ന്. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. ഒന്നാമതായിട്ട് കള്ളു കുടിക്കുന്ന പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് വരികയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറ, നിങ്ങളുടെ പിള്ളേർ, IT ഫീൽഡിലും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന പിള്ളേർ. ഈയിടെ നിങ്ങളുടെ ഒരു കേസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ കുട്ടി ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അവള് എന്താ പറയുക,
കല്യാണത്തിന് സമ്മതിക്കുന്നില്ലാത്ത കുറച്ച് പ്രശ്നമായിട്ട് വന്നതാ. അപ്പം അവൾ എന്നോട് ആദ്യം പറഞ്ഞു എന്നെ ഉൾക്കൊള്ളാൻ ഒരു ചെറുക്കനാവില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ കാര്യം? അന്നേരം എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഒരു HR മാനേജറായിട്ട് ഒരു അമേരിക്കൻ കമ്പനിയിലാണ്, എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബാണ്. അപ്പം സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഞാൻ 3-4 പെഗ് അടിച്ചിട്ടാണ് കിടക്കുന്നത്. എൻ്റെ റൂംമേറ്റ് 3 പേരുണ്ട്, ഞങ്ങൾ 3 പേര് നന്നായിട്ട് കള്ളു കുടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പം അത്രയും കുടിക്കുന്ന ഒരാളെ വേണം. ഞാൻ പറയും ഇഷ്ടം പോലെ കിട്ടുമല്ലേ, ചെങ്ങന്നൂര് വല്ലതും ഉണ്ടോ? അല്ല ഉണ്ട്, നമുക്ക് ആ പെണ്ണിനൊന്ന് ആലോചിക്കാനുള്ളതാ. അതായത് ആ പെണ്ണ് BTech MBA. ഈയിടെ വേറൊരെണ്ണം ട്രിവാൻഡ്രത്ത് അവൾ MDക്ക് പഠിക്കുകയാണ്. അവള് ഇപ്പം ഞാൻ സ്ത്രീകൾ വരുമ്പോഴും മദ്യപിക്കാറുണ്ടോ എന്ന് ചോദിക്കണം, കാരണം പണ്ടത്തെ പോലെ അല്ല, കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കണം. അപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞു എന്നു ചോദിച്ചാൽ ഞാൻ ഇതുപോലെ തന്നെ ചോദിച്ചു, മോൾ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ടോ? അപ്പം എന്നോട് പറഞ്ഞു ഉണ്ട്, പക്ഷെ ഞാനും അപ്പനും കൂടി ഇരിക്കുമ്പോഴേ കഴിക്കാറുള്ളൂ. എന്നാന്നല്ലേ അപ്പൻ, അത്രയും ഒരപ്പൻ എനിക്കില്ലാതായിപ്പോയല്ലോ. ഇന്നലെ ഒരപ്പൻ അത് ചിങ്ങമന സൈഡിൽ നിന്ന് കൊണ്ടുവന്നാണ് ഒരു പെണ്ണിനെ, നഴ്സിംഗ് കഴിഞ്ഞ പെണ്ണാണ്. അവളൊരിടത്ത് ജോലിക്ക് പോയി വേറൊരുത്തനുമായിട്ട് കമ്പനിയായിട്ടൊക്കെ വന്നതാണ്. വന്നപ്പോൾ അവൾ എന്നോട് പറയാ ഞാൻ എൻ്റെ മോൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു. അപ്പനാ പറയുന്നത്, ഞാൻ അവളെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്നു. അവൾ എന്ത് പറഞ്ഞാലും ഞാൻ ഒരു ബെഗ് എടുത്താൽ അവൾക്കൊരു ബെഗ് കൊടുക്കും. ഇങ്ങനെ പുറത്തടിച്ചോണ്ട് പുറത്തടിച്ചോണ്ട് പറയുകയാണ്, ഞാൻ ഒരു പെഗ് അടിച്ചാൽ അവക്കൊരു പെഗ് കൊടുക്കും. അങ്ങനെ ഒരപ്പൻ നമ്മുടെ പിള്ളേരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയാളെ പിടിച്ച് വല്ല പൊട്ടക്കിണറ്റിലിടണമെന്ന് എനിക്ക് അന്നേരം തോന്നി. പറ്റിയിരുന്ന ഞാൻ കൊണ്ടിട്ടേ. അതെ, അപ്പം കുടുംബം വഷളാകുന്നത് ആര് കാരണമാണെന്ന് ആലോചിക്കാൻ വേണ്ടി പറയുന്ന ഇതൊക്കെ കേട്ടോ. പിന്നെ ചില സ്ത്രീ, ഈയിടെ ഒരു സ്ത്രീ അവര് എന്നോട് പറഞ്ഞു അവര് വോഡ്ക മാത്രമേ കുടിക്കാറുള്ളൂ, 5 പെഗ് അടിച്ചാൽ ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. എന്നാ നല്ല കപ്പാസിറ്റിയോ അല്ലേ? ഞാനതാ ഓർക്കുന്നത്, ദൈവമേ. അതെ, ഞാൻ ഓർത്തിട്ടുണ്ട് എൻ്റെ ചാച്ചന് പാലപ്പം ഉണ്ടാക്കാനുള്ള കള്ള് പോലും വീട്ടിൽ കൊണ്ടുവരില്ല, കാരണം അതുപോലും പിള്ളേര് കുടിച്ച് പഠിക്കരുത്. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പിള്ളേർ ആൺപിള്ളേരാ എന്നോട് പറഞ്ഞിട്ടുണ്ട് വൈനിടണ്ട, ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ക്രിസ്മസ് ആകുമ്പോൾ വൈനിടും. അപ്പം ഞാൻ ഇതുപോലെ വൈനിടാൻ വേണ്ട, നമ്മുടെ പിള്ളേർ അതിൻ്റെ ടേസ്റ്റ് പഠിക്കണ്ട നമ്മുടെ വീട്ടിൽ. അത് എനിക്ക് തന്നെ ഒരു നിർദ്ദേശമാണ്. അതെ, അത് നന്നായി എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് എൻ്റെ പിള്ളേരെ എനിക്ക് ചിട്ടയിൽ വളർത്താൻ പറ്റിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇന്ന് കുടുംബം വഷളാകുന്നത് ഇതിനെയൊക്കെ ഫാഷൻ എന്നാണോ പുരോഗമനമെന്നാണോ എന്താണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. മനസ്സിലാവുന്നുണ്ടല്ലേ? അതെ. പിന്നെ 90കളിൽ കുറെ പ്രേമവിവാഹങ്ങൾ, അവയുടെ പരാജയങ്ങൾ, വല്ലപ്പോഴും ചില ഇന്റർകാസ്റ്റ് മാരേജസ് ഒക്കെ വന്നിട്ടുണ്ട്. പണ്ട് പ്രേമം പാവമായിരുന്നല്ലോ. ചെങ്ങന്നൂരൊന്നും പാവമല്ലായിരുന്നോ? അല്ലായിരുന്നോ? എൻ്റെ ഒക്കെ സമയത്ത് പ്രേമിക്കണേൽ ഭയങ്കര പാടായിരുന്നു അല്ലേ? പ്രേമമൊക്കെ തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കള്ളമല്ലേ? അല്ല, കള്ളം പറയുന്നത് ശരിയല്ലല്ലോ, പാവമല്ലേ? അപ്പോൾ പിന്നെ കള്ളം പറയുന്നില്ല, പക്ഷെ തോന്നിയാൽ തന്നെ എന്നാ കാണിക്കാനാ? കാരണം എന്നാന്നറിയാവോ, ഫോണില്ലല്ലോ, ലാൻഡ് ഫോൺ പോലും ഇല്ലെന്ന്. കറണ്ട് ഇല്ല, പിന്നല്ലേ ബാക്കി. പിന്നെ ചെയ്ത് എന്നാന്ന് ചോദിച്ചാൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് ഒരു പ്രണയലേഖനം എഴുതിയുണ്ടാക്കി ഉദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കാൻ ഒരാളെ കണ്ടുപിടിച്ച് ഇത് കൊടുത്തു വിട്ട് അയാളത് വായിച്ച് പഠിച്ച് മറുപടി എഴുതി വേറൊരാളെ കണ്ടുപിടിച്ച് കൊടുത്തു വിട്ട് ഇതെൻ്റെ കയ്യിൽ കിട്ടി വന്നപ്പോഴത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ 3 ശോകഗാനം പാടി പരിപാടി അവസാനിപ്പിച്ചു. പണ്ടൊക്കെ നല്ല ശോകഗാനങ്ങൾ, യേശുദാസിൻ്റെ മനസ്സമൈനെ വരൂ, മാണിക്യ വീണയുമായ മനസ്സിൻ്റെ താമര, അതൊക്കെ പാടി പരിപാടി ക്ലോസ് ചെയ്തു. ഇപ്പൊ എന്നോ രസമോ, ശരിക്കും എനിക്ക് തോന്നാറുണ്ട് ഭയങ്കര രസമാണ്. മിസ്ഡ് കോൾ പ്രണയം, ഇന്റർനെറ്റ് പ്രണയം, എവിടെ നാടി കിട്ടിയത്? ഇൻസ്റ്റാ. പിള്ളേരുടെ നീട്ട്, ഈ പിള്ളേരുടെ ഒന്നുമല്ല, അമ്മച്ചിമാരെന്നാ മോശമാണോ? എൻ്റെ അമ്മോ, ആരും മോശമൊന്നുമല്ല ഇവിടെ. അതെ, ഇൻസ്റ്റാ, FB ഇങ്ങനെയൊക്കെയാ പറയുക. ജീവിതത്തിൽ കാണണമെന്ന് പോലും ഇല്ല. എനിക്കറിയില്ല, ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തതിൻ്റെ പുറകെ ഇറങ്ങിപ്പോകാൻ മടിയില്ലാത്ത പിള്ളേർ. അങ്ങനെ
ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച്, ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് വേറെ ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെട്ടവരെയൊക്കെ കൊണ്ടുവരുന്നവരും ധാരാളമാണ്. അപ്പം ഞാൻ പറഞ്ഞു അതിനാച്ചാൽ പഴയ പോലെയുള്ള ഒരു കാലഘട്ടമല്ല ഇപ്പോഴ്. അപ്പം ഇത് വരുമ്പോൾ എല്ലാവരും എന്നോട് പറയാം അത് ടി വിയുടെ കുഴപ്പമാണ്, മൊബൈലിൻ്റെ കുഴപ്പമാണ്, ഇൻ്റർനെറ്റിൻ്റെ കുഴപ്പമാണ്. ഞാൻ പറയും ഇതൊക്കെ നല്ലതല്ലേ? ആണോ? നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ കുട്ടിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇൻ്റർനെറ്റ് സേവനം ചെയ്യുന്നു. ശരിയാണോ? ആണല്ലോ. നമ്മളിപ്പോൾ എല്ലാം കറണ്ട് ചാർജ് എന്തും അടയ്ക്കുന്നത് എവിടെ ഇരുന്നാ? വീട്ടിലിരുന്നാണ്. ഇപ്പം എനിക്ക് കൗൺസിലിങ്ങിന് വരുന്നവർക്കെല്ലാം ഗൂഗിൾ പേ മറ്റേതോ മറിച്ചതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നാറുണ്ട് ഇത് നല്ലൊരു കൂട്ടനാണ്ടവാ അല്ലേ? ഒന്നാം തരം സാധനമാണ്. അത് കാരണമാണ് ഈ മനുഷ്യന്മാരെല്ലാം പിഴച്ചതെന്ന് ഞാൻ പറയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അതില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഫോണില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇൻ്റർനെറ്റ് ഇല്ലാതെ പറ്റുമോ? ഇതൊന്നും ഇല്ലാതെ നമുക്ക് പറ്റില്ല. പക്ഷേ അത് ശരിയായി ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കണം. അവിടെയാണ് നമ്മുടെ കുഴപ്പമെന്ന് പറയുന്നത്. യാതൊരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലെങ്കിലും എനിക്കറിയില്ല, മെസ്സഞ്ചറിലൂടെ അയക്കാൻ അറിയാം, തുണിയില്ലാത്ത പടം അയക്കാൻ അറിയാം. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഈയിടെ ഒരു 9ാം ക്ലാസ് ഒരു വീട്ടിലെ ഒരു സ്ത്രീ, അവർ കോട്ടയംകാരിയാണ്. ഭർത്താവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അയാൾ ഫോണുണ്ട്, ഞെക്കിയാലും ഞെങ്ങുകയില്ല. ഒന്നുമില്ല. 2 കാര്യത്തിന് അയാൾ അത് ഉപയോഗിക്കുന്ന. ഒന്ന് എന്നാന്നറിയാം, ഓട്ടം വിളിക്കുമ്പം അറ്റൻഡ് ചെയ്യുക. 2 ഓട്ടം ഉണ്ടോയെന്ന് ചോദിക്കുക. അത്രേ ഉള്ളൂ. പുള്ളിക്ക് എത്ര 2 കാര്യത്തിന് മതി. ഒരു ഉത്തരവുള്ള ഒരു സാധനം കയ്യിലുണ്ട്. പക്ഷെ പുള്ളിയുടെ വീട്ടിലേക്ക്, പുള്ളിക്ക് 6ാം ക്ലാസ്സേ ഉള്ളൂ വിദ്യാഭ്യാസം. പുള്ളിയുടെ വീട്ടിലേക്കും വിദ്യാഭ്യാസം ഉള്ള ആൾ ഭാര്യയാണ്, 9ാം ക്ലാസ്. മകന് 8ാം ക്ലാസ്സോ 7ാം ക്ലാസ്സിലും കണ്ട് പഠിക്കുന്നു. ഒരു പെൺകുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പല കാര്യങ്ങളും ഫോൺ വഴിയാണ് മാതാപിതാക്കളെ അറിയിക്കുന്നത്. പപ്പ ഒരു നല്ല ഫോൺ ഇരിക്കട്ടെ എന്ന് കരുതി ഭാര്യയ്ക്ക് ഒരു നല്ല ഫോൺ വാങ്ങിച്ചു കൊടുത്തു. ഭാര്യയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവള് ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കി, FB ഉണ്ടാക്കി, മെസ്സഞ്ചർ ഉണ്ടാക്കി. എനിക്കറിയില്ല, അവൾക്കില്ലാത്ത സൂത്രമൊന്നുമില്ല. എന്നിട്ട് അവള് 6 പേരുമായിട്ട് കമ്പനിയായി. ഒരാളല്ല, കണ്ണൂര്, പാലക്കാട്, എറണാകുളം, എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും ഒരാൾ എല്ലാവർക്കും തുള്ളിയില്ലാത്ത പടം അയച്ചു കൊടുത്തു. അതോ ഇതിനെ കണ്ടാൽ പോട്ടെ, ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ആരെ ഷെയിം ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും നമുക്ക് ഏകദേശം ഇത് അയച്ചു കൊടുക്കുമ്പോൾ ഇതൊരാൾ കണ്ടാൽ ഇതിനൊരു അട്രാക്ഷൻ തോന്നണമെന്ന് തോന്നണ്ടേ? എന്തായാലും കൊള്ളാം. ഇത് കണ്ടുപിടിക്കുന്നത് അവരുടെ മകനാണ്. 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന മകൻ കണ്ടുപിടിക്കുന്നു. അപ്പനെ കാണിച്ചിട്ട് അപ്പൻ ഇത് മുഴുവൻ കാണാൻ അറിയാൻ വേണം. അപ്പം നേരെ കൊണ്ടുവരും കടയില്ല, മൊബൈൽ കടയിൽ. ഏതായാലും അയാളെല്ലാം പറഞ്ഞു കൊടുത്തു, കാണിച്ചു കൊടുത്തു. അവളെ ഇപ്പോൾ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. ഇനി അവളെ വേണ്ട, പിള്ളേരെ ഞാൻ വളർത്തിക്കോളാം എന്ന് പറഞ്ഞ് കൊണ്ടാക്കിയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നറിയാം, വിദ്യാഭ്യാസം ഇല്ല, ജോലിയില്ല, എന്തെല്ലാം പണിയുണ്ട് വീട്ടിൽ. അതിനിടയ്ക്കിരുന്ന് കാണിക്കുന്ന പണി. എനിക്ക് ഒരെണ്ണത്തിന് വിശ്വാസമൊന്നുമില്ല, ഒരെണ്ണത്തിന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറയുകയാണ്, പുറമെ എല്ലാം ഭദ്രം, പുറമെ എല്ലാവരും അഭിനയിക്കുകയെന്ന് ഞാൻ പറയും. ഉള്ളിൻ്റെ ഉള്ളിൽ പലരും ഇവിടെ ശരിയല്ല. അതെ, അത് ചിലപ്പോൾ എനിക്കിങ്ങനെ ഇത് ഒരു ഇൻറ്റ്യൂഷൻ പോലെ കിട്ടാറുണ്ട് ചിലർ എൻ്റെ അടുത്ത് വരുമ്പോൾ. ഞാൻ ചോദിക്കാറുമുണ്ട്. അതായത് മനുഷ്യൻ്റെ മനസ്സ് ശരിയല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ഈ കുറേ നാളായിട്ട് പത്രം ശ്രദ്ധിക്കുന്നയാളാണ്. എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കുക എന്ന് പറയുന്നത് കട്ടൻ കാപ്പി കുടിക്കുന്നതിനേക്കാളേറെ ആവശ്യമായൊരു കാര്യമാണ് എനിക്ക്. അപ്പോൾ എനിക്കിപ്പോൾ വായിക്കുമ്പോൾ ഒരു നല്ല ന്യൂസ് വായിക്കാനില്ല. ഈ ഒരു മാസമായിട്ട് എത്ര പിള്ളേരെ ആത്മഹത്യ ചെയ്ത്. അത് തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ പെണ്ണ്, MD-കാരി, കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായിട്ടുള്ളൂ. അവൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. ഒരു പെണ്ണിന് ഒരു മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് സർവീസിൽ എത്ര സാലറി കിട്ടും? ഉയർന്ന സാലറി, ഉയർന്ന പദവി എല്ലാം ഉള്ള പെണ്ണ് ഈ എന്താ പറയുക, പെത്തിടിൻ കുത്തി ആത്മഹത്യ ചെയ്തു. എന്തിനാ ഈ പെണ്ണ് പഠിച്ചത്? ഈ പെണ്ണ് എന്തിനു പഠിച്ചു? വേറൊരെണ്ണം മലപ്പുറത്ത്, അതും MD-കാരി ഡോക്ടറാണ്.
അവിടെ പ്രത്യേകത ഞാൻ പത്രത്തിൽ വായിച്ചത്, സ്ട്രെസ്സുള്ള ഡോക്ടേഴ്സിന് കൗൺസിലിംഗ് കൊടുക്കുന്ന പെണ്ണ കുറുന്തോട്ടിക്ക് വാദം വന്നു. അതെ, ഒന്ന് ആലോചിച്ച് നോക്കി. അവൾ ആത്മഹത്യ ചെയ്തു. പിന്നെ കൊല്ലാൻ മടിയില്ല, ഭാര്യ കൊല്ലാൻ മടിയില്ല, വെടിവെച്ച് കൊല്ലാൻ മടിയില്ല. ഇന്നലെ രാത്രി ഞാൻ ഒരു അമേരിക്കൻ ഒരു കാലിഫോർണിയയിൽ നിന്നൊരു കേസ് ചെയ്തു. ആ കേസ് ഒരു ട്വിൻസ് പെൺപിള്ളേരാണ്. അതിലൊരെണ്ണത്തിനെ ഞാൻ കണ്ടതാണ്, മറ്റതിനെ ഞാൻ കണ്ടതല്ല. അവര് 2 പേരുടെയും ഫാമിലിയിൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം ഭർത്താവ് ഭാര്യയെ വെടിവെച്ചു, 6 വെടി. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. 5 മാസം പ്രായമായ ഒരു കൊച്ചിനെ അത് വെടിയേറ്റ് കൊന്നു. പിന്നെ അവളുടെ വായ്ക്കകത്ത് വെടിവെച്ചു. അങ്ങനെ 6, അവളുടെ ശരീരത്തിൽ 6 വെടി. അവൾ പക്ഷെ അതിനകത്തൊന്ന് റിക്കവർ ചെയ്തു. ഇപ്പം അവൾക്ക് സംസാരശേഷിയില്ല, നടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവന് ഏതാണ്ട് 20 വർഷത്തേക്ക് ശിക്ഷിച്ച് ജയിലിലാണ്. കോട്ടയംകാരനാണ് കേട്ടോ, കോട്ടയം നമ്മുടെ പാല സൈഡിലുള്ളതാണ്. അപ്പം അതിൻ്റെ ട്വിൻ സിസ്റ്ററാണ് ഇന്നലെ എന്നെ കൗൺസിലിങ്ങിന് വിളിച്ചത്. അവൾക്കും വിവാഹമോചനത്തിലേക്ക് പോകണം, കാരണം അവൾക്കും അവിടെ ഹസ്ബൻഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ 2 പേരും BSc നഴ്സിംഗ് കഴിഞ്ഞ് അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരാണ്. 2 പേരുടെയും മാതാപിതാക്കൾ അവിടെയുണ്ട്. പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കൊല്ലാൻ മടിയില്ല, വെടിവെക്കാൻ മടിയില്ല. അതായത് നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്നവൻ കൊട്ടേഷൻ കൊടുത്ത് നമ്മളെ നാളെ തട്ടുമോ എന്നറിയാൻ മേല നമുക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് വല്ലോ. പിന്നെ ഏതായാലും തോക്കൊന്നും ഇല്ലാത്തത് നന്നായി, ലൈസൻസ് ഒന്നും ഇല്ലാത്തത് നന്നായി. അത് പാമ്പ് ഇല്ല, പാമ്പിനെ എനിക്ക് പേടിയാം. എന്താട്ടെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? മനുഷ്യന് പരസ്പരം ബഹുമാനം ഇല്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും നമ്മളോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുഴപ്പക്കാരനാണ്, നമുക്ക് വേണമെങ്കിൽ ഇട്ടേച്ച് പോയാൽ പോരെ പോരെ അയാൾ വേറെ ആരുടെയും കൂടി ജീവിച്ചോട്ടെന്ന് വെച്ചാൽ പോരെ. അങ്ങനെ ഞാൻ ഈയിടെ മലേഷ്യയിൽ അവരെയൊക്കെ കണ്ടുപിടിക്കണം സായിപ്പിനെ. കാരണം മലേഷ്യയിൽ അവിടുത്തെ ഏറ്റവും വലിയ ഗായിക നമ്മുടെ ചിത്രയുടെ സ്ഥാനമാണ് അവർക്ക്. അവിടെ അവർ കല്യാണം കഴിച്ചു, പക്ഷെ ഭർത്താവിനോടുള്ള കടമ അവർക്ക് നിറവേറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ബിസിയാണ്. അവർ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ജീവിതം. അപ്പോൾ അവരെന്നെ എടുത്തു, വേറൊരാളെ കൊണ്ട് ഭർത്താവിനെ കെട്ടിച്ചു. നിങ്ങളുടെ കാര്യം നോക്കാനും നിങ്ങളെ സ്നേഹിക്കാനും ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. കെട്ടിച്ചു കൊടുത്ത് അവരാ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യയും ഭർത്താവ് അടുത്ത മുറിയിലുണ്ട്. എന്നാ നല്ല മനസ്സാ നമ്മുടെ കെട്ടിയനെ വേറെ കൊണ്ട് കെട്ടിച്ചിട്ട് ആ വീട്ടിൽ താമസിക്കാൻ അല്ല പറ്റുമോ? ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് എന്നെ കൊണ്ടാണെങ്കിൽ ഞാൻ എപ്പോഴും അവളെ തല്ലുകൊല്ലും. അപ്പൊ എന്തായാലും കൊള്ളാം, നമ്മുടെ മനസ്സിൽ ക്രിമിനലിസം വളരുന്നു, കുറ്റകൃത്യങ്ങൾ കൂടുന്നു. അമ്മായിയമ്മയെ തട്ടാനായിട്ട് വേഷം മാറി ഒരു മരുമോൾ ഈയിടെ പത്രത്തിൽ വന്നതാ. ദൈവമേ, ഒന്ന് സൂക്ഷിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഇവിടെ കൂടുക. പക്ഷെ വേറൊരു വസ്തു, വിദ്യാസമ്പന്നരാണ് നമ്മൾ. ലോകത്തിൽ മുഴുവൻ നമ്മൾ എന്താ പറയാ, ആത്മീയത കൊടുക്കുന്നവരാണ് ഭാരതീയർ ആണല്ലോ. അതെ, നമ്മളെ കണ്ടാണ് സായിപ്പ് പഠിക്കുന്നത്. നോബൽ സമ്മാനം നേടിയ 27 പേര് അവരുടെ നോബൽ സമ്മാനത്തിനുള്ള തീസിസുകൾ തയ്യാറാക്കിയത് നമ്മുടെ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നുമാണ്. ഇനിയും കിടക്കുക, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? ആര് വായിച്ചിട്ടുണ്ട് ഭാഗവതം, രാമായണം? എല്ലാവരും വായിച്ചിട്ടുണ്ടോ? സത്യം പറയുള്ളൂ, ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയാൻ വായിച്ചിട്ടില്ലെന്ന്. അതെ, ഇങ്ങനെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. കാരണം ഞാനിത് പല പ്രാവശ്യം വായിച്ചു, ഇപ്പോഴും ഞാൻ വായിക്കുന്നു. പത്രത്തിൽ രാമായണ മാസം വരുമ്പോൾ ഓരോ ക്ലിപ്പിങ്സ് അതിനകത്ത് വരുമല്ലോ. ഇത് വെട്ടിയെടുത്ത് ഫയൽ ചെയ്ത് വായിച്ച് പഠിക്കുന്ന ആളാണ് ഞാൻ, ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി. റംസാൻ മാസം വരുമ്പോൾ അത് വരും, അത് ഞാൻ വെട്ടിയെടുത്ത് വെക്കും. കാരണം എൻ്റെ അടുത്ത് അങ്ങനെ എനിക്ക് ശരിക്കും ഗുരുദേവൻ പഠിച്ച ഒരേ ജാതി ഒരു മതം ഒരു ദൈവം, അത് ഞാനാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. നിങ്ങളല്ല, ഞാൻ. കാരണം എൻ്റെ അടുത്ത് എല്ലാവരും വരും, അതുകൊണ്ട് ഞാനിതെല്ലാം പഠിക്കാറുണ്ട്. പക്ഷേ ഒരു നാമം ജപിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് അറിയില്ല. കാരണം ഇതുപോലെ വിവാഹൊരുക്ക സെമിനാറിന് വരുമ്പോൾ അവർ വിളിക്കും, മക്കൾ വന്നേ, അതെ ദശക ഇത് ചൊല്ലാനേ. ഒരെണ്ണത്തിന് അറിയില്ലെന്ന്. അറിയാമെങ്കിലല്ലേ വരാൻ പറ്റൂ. ആരുടെ കുഴപ്പമാണ് ഇത്? മാതാപിതാക്കളുടെ കുഴപ്പമാണിത്. മാതാപിതാക്കൾ ദയനീയമായി പരാജയപ്പെടുന്നു മക്കളെ വളർത്തുന്നതിൽ. അവരെ ആത്മീയത കൊടുത്തവരെ
നല്ല മനുഷ്യരാക്കുന്നതിൽ പരാജയപ്പെടും. പക്ഷെ അവരെ CBSE സ്കൂളിലോ ICSE സ്കൂളിലോ വിട്ട് ഭയങ്കര മാർക്ക് വാങ്ങിപ്പിച്ച് കാനഡയ്ക്കോ ഓസ്ട്രേലിയക്കോ അയർലൻഡിനോ വിടുന്നതിൽ നമ്മൾ വിജയിച്ചു. അതിൽ നമ്മൾ വിജയിച്ചു. ഞാൻ ഇപ്പം ഇങ്ങ് വന്നപ്പോഴും ഓർത്ത കേരളം മുഴുവൻ എത്ര മനോഹരമായ വീടുകൾ. ശരിയാണോ? കോട്ടയം മുതൽ ഞാൻ ശ്രദ്ധിച്ചു വന്നു. ഒന്നിനൊന്ന് മെച്ചം. എത്ര നല്ല കാറുകൾ, എത്ര നല്ല പൂന്തോട്ടങ്ങൾ, എന്നാ നല്ല ഗേറ്റ്. മുറ്റത്താണെങ്കിൽ ഈ കല്ലൊക്കെ ഇട്ട് ഇടയ്ക്ക് ഈ ഗ്രാസൊക്കെ പാകി മനോഹരാക്കിയിരിക്കുന്നു. എല്ലാം മനോഹരമാണ്, എല്ലാം മനോഹരമാണ്. എന്നിട്ട് എന്തേ ആത്മഹത്യ കൂടുന്നു, എന്നിട്ട് എന്തേ കൊലപാതകം കൂടുന്നു? അപ്പോൾ നമുക്കെന്തോ കുഴപ്പങ്ങൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കൂടിവരവിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ കുഴപ്പങ്ങൾ എങ്ങനെയാ തുടങ്ങുന്നത്? അതാണ് ഇതിന്റെ കാരണം. ഒന്ന്, മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്നൂറ് കൂടുന്നതാണ്. ശരീരം എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം. അതിനെ നമ്മൾ ഭംഗിയായിക്കൊണ്ട് നടക്കും, കുളിപ്പിച്ച് പൗഡറൊക്കെ അടിപ്പിച്ച് നല്ല സ്റ്റൈലിൽ കൊണ്ട് നടക്കും. പക്ഷെ നമുക്കറിയാലോ, ഏറിയാൽ എത്ര ആയുസിന്റെ ദൈർഘ്യം? നിങ്ങൾ സംസാരിക്കില്ലേ? ഏറിയാൽ എത്രയാ? ആ കൊച്ചിന് എന്താ കുഴപ്പമുണ്ട് കേട്ടോ. എന്റെ മുഖത്ത് നോക്കിട്ട് 70. 70 ആണോ? 70 ഞാൻ തന്നെ പ്രൂവ് ചെയ്തില്ല. ഇനി 70 അറിയാനതിന് 70 ആ 90 പറ. ഇല്ലേ? 100 വേണ്ട, പോട്ടെ, അത് പിന്നെ ശല്യമാണ് എല്ലാവർക്കും. നോക്കിയാൽ ഞാൻ ഇരിക്കാം. പക്ഷേ ഒരു 90 വരെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. 85 സാധാരണയാണ്. അതെ, ഈയിടെ ലോകാരോഗ്യ സംഘടന ഒരു പഠനം നടത്തി. നിങ്ങളോട് ഞാൻ പറയുന്നത് ആദ്യം പത്രം വായിക്കാൻ പഠിക്കണം. അതിനകത്ത് അവർ പറയുന്നത് 60 വയസ്സ് വരെ യൗവനം. 60 വയസ്സ് വരെ നമ്മൾ യുവാവ്. അല്ല, 60 65 വരെ. 66 മുതൽ 80 വരെ മിഡിൽ ഏജ്, മധ്യവയസ്ക. മനസ്സിലായോ? പിന്നെ 81 മുതലേ ഉള്ളൂ വാർദ്ധക്യം. അപ്പൊ സമാധാനമായില്ലേ? സമാധാനമായി. ഓക്കെ, അപ്പൊ സമാധാനമായോ? എനിക്കതൊക്കെ വായിക്കുമ്പോഴാണ് സമാധാനം. ഈയിടെയില്ലേ, നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു കേസിൽ ഒരു വിധി ഉണ്ടായിരുന്നു. അത് 50 വയസ്സുള്ള ഒരു സ്ത്രീയെ കിളവിയെന്ന് വിളിച്ചാൽ നിങ്ങൾ അകത്താണ്. ആണുങ്ങൾ ഇത് മനസ്സിലാക്കണം, കേട്ടല്ലോ. 50 വയസ്സുള്ള സ്ത്രീയെ കിളവിയെന്ന് വിളിക്കരുത്, യുവതിന്നേ വിളിക്കാവുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ആയുസ് ഒരു 85 90 വരെയൊക്കെ പിടിക്കാം. പക്ഷേ അത്രയും വർഷം ജീവിക്കാനുള്ള പരാക്രമമാണോ മനുഷ്യൻ കാണിക്കുന്നത്? അല്ല. മനുഷ്യനിൽ ആസക്തികൾ കൂടി. എന്തിനോടൊക്കെ? കള്ള്, പെണ്ണ്, ഡ്രഗ്. അതെ, എന്തോ മയക്കുമരുന്നാ ഇവിടെ. എൻ്റെ പൊന്നോ, MDMA ഇപ്പൊ താരം. എനിക്ക് വരുന്നതിൽ സ്കൂൾ കുട്ടികൾ തൊട്ട് പ്രായമുള്ളവർ വരെ ഇങ്ങനെ ഡ്രഗ് അഡിക്ട്സ് ആയവര്, മദ്യത്തിന് അടിമകളായവരൊക്കെ വരികയാണ്. മനുഷ്യനിൽ ആസക്തികൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു വസ്തു. ലോകത്തോടുള്ള അമിതമായ ആവേശം ഒരു വസ്തു. രണ്ടാമത്തത് ആത്മാവാണ്. ദൈവത്തിന്റെ നമ്മളിലെ അംശമാണ് ആത്മാവെന്നും മരണശേഷം ഈ ആത്മാവ് ദൈവത്തോട് ചേരുമെന്നും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. ശരിയാണോ? ആണോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് ചേരണം. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും തെറി പറയാൻ അറിയാമെങ്കിലും പറയാത്തത്, വ്യഭിചാരം ചെയ്യാൻ അറിയാമെങ്കിലും അല്ലേ. നമ്മൾ പലതും വേണ്ടെന്ന് വെച്ചിട്ടല്ലേ, അറിയാൻ മേലായിട്ടൊന്നും അല്ലല്ലോ. അപ്പോഴ് ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഇവിടെ വന്ന് ഇതുപോലെയുള്ള പഠന യാത്രകളിൽ പങ്കെടുക്കുന്നതാണോ? രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നതാണോ? ചന്ദനം തൊടുന്നതാണോ? എന്താണ്? വിളക്ക് വെക്കുന്നതാണോ? നാമം ജപിക്കുന്നതാണോ? എന്താണ് ആത്മീയത? ഇതിനെയൊന്നും ആത്മീയത എന്ന് ഞാൻ വിളിക്കില്ല. ഇതൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ കൂടി
അമ്പലങ്ങളുടെ എണ്ണം കൂടി, പള്ളികളുടെ എണ്ണം കൂടി, ധ്യാന യോഗങ്ങൾ എല്ലാവരും മത്സരിച്ച് നടത്തുന്നുണ്ട്. സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക്, കുട്ടികൾക്ക് എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രഭാഷണങ്ങൾ നടത്തുന്നവരുടെ എണ്ണം, ഇതെല്ലാം ഇവിടെ കൂടുതലാണ്. ഇത്ര എല്ലാം കൂടിയിട്ട് എന്തേ ആത്മഹത്യയും കൊലപാതകവും ഒക്കെ കൂടുന്നു. അപ്പൊ ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വാലിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത ക്രമമാണ് പ്രിയപ്പെട്ടവരെ, അതൊരു ജീവിത ക്രമമാണ് ആത്മീയത എന്ന് പറയുന്നത്. ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് ഒരു പള്ളിയിലാട്ടോ ക്ലാസ് എടുക്കാൻ പോയി. അപ്പൊ ഇതുപോലെ ഒരു ഓർത്തഡോക്സ് പള്ളിയാണ്. പള്ളി ഭയങ്കര മനോഹരമായൊരു പള്ളി നിറയെ ആളാണ്. അവരുടെ ഒരു വലിയ സംഘടനകളുടെ വാർഷികവും അതിൻ്റെ കൂട്ടത്തിലൊരു പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ അവരുടെ പള്ളിയിലെ അച്ഛൻ്റെ അടുത്തായിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, റീസെൻ്റ് അങ്ങ് ബാക്കിലേക്കൊന്ന് പോയി ഇപ്പം അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല നോക്കത്തില്ല. അച്ഛൻ പറ അത് ഇങ്ങോട്ട് ഫ്രണ്ടിലിട്ട് 5ാമത്തെ റോയിൽ വരാവോ? വന്നു. ക്രീം സാരി കണ്ടോ? ക്രീം സാരി കണ്ടച്ചാ? കണ്ടു. ഇനി തലയ്ക്കെന്ന് 3ാമത്തെ റോയിലോട്ട് പോയച്ചാ? പോയി. പച്ച ചുരിദാർ കണ്ടോ? കണ്ടച്ചാ? കണ്ടു. അമ്മായിമ്മയും മരുമോളുവാ. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, പള്ളിയിലെ ഏറ്റവും ഭക്തരായ 2 സ്ത്രീകളാ അവര്. പള്ളിയിലെ എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായിട്ട് ചെയ്യും. പക്ഷെ അവർ തമ്മിൽ മിണ്ടത്തില്ല, അവർ തമ്മിൽ മിണ്ടാറില്ല. ഈ പെണ്ണിന്റെ ഭർത്താവ് ദുബൈയിലാണ്. ഒരു വലിയ വീടാണ്. താഴത്തെ നിലയിൽ അമ്മ ഒറ്റയ്ക്കാണ്, ഭർത്താവ് മരിച്ചുപോയി. മേളിലത്തെ നിലയിൽ മരുമോളും 3 പിള്ളേരും കൂടാണ് താമസിക്കുന്നത്. മേളിലുള്ളവർ താഴെയുള്ളവരോട് മിണ്ടാറില്ല, താഴെയുള്ളവർ മേളിലുള്ളവരോട് മിണ്ടാറില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഈയിടെ അച്ഛൻ അവരുടെ വീട്ടിൽ എന്തോ ഒരു കാര്യത്തിന് ചെന്നു. അപ്പൊ അമ്മ ഇറങ്ങി വന്നു, അച്ഛനെ കൊണ്ട് ഇരുത്തി വർത്താനം എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് മകളെ വിളിക്കാവോ എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഞാനോ? അവളെയോ? ഞാൻ വിളിക്കത്തില്ല അച്ഛൻ, ഞാൻ അവളോട് മിണ്ടത്തില്ല. അച്ഛൻ ആ ഭിത്തിയിലോട് നോക്കി, അവിടെ നമ്പർ എഴുതിയിട്ടേക്കുന്ന, അച്ഛൻ അങ്ങ് വിളിച്ചോളാൻ പറഞ്ഞു. മരുമോടെ നമ്പർ വീടിന്റെ വിസിറ്റിംഗ് റൂമിലെ ഭിത്തിയിൽ എഴുതി വെപ്പിച്ചിരിക്കുക. അത് നോക്കി അച്ഛൻ വിളിച്ചു. അവൾ താഴോട്ട് വന്നപ്പോ ഇവര് അകത്ത് കയറി, കഥ കടച്ചു. പിന്നെ അവരോട് വർത്താനം അച്ഛൻ എന്നോട് പറയുകയാണ്, ഒരു പ്രയോജനവും ഇല്ല ഇവര് പള്ളി വന്നിട്ടെന്നൊന്ന് പറയണം, കട്ടിയായിട്ട് പറയണം. ഞാൻ മനസ്സിലായോ? ഞാൻ പറഞ്ഞു, എനിക്ക് എന്നാ ചെയ്താൽ എത്ര കിലോ കട്ടി വേണോ പറഞ്ഞു, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. പല വീടുകളിലും ഇങ്ങനെയാണ്. അമ്മയോട് മിണ്ടാത്ത മോളോട് മിണ്ടാത്ത അമ്മയുടെ ഒരു അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എന്നെ കണ്ടാണ് അവള് പാട്ട് പാടുമെന്ന്. ഞാൻ പറഞ്ഞു, അത് രസമല്ല. അമ്മ അടുക്കളയിലോട്ട് കയറി ചെല്ലുമ്പോ അവളെ ഇത്രത്തോളം യഹോവ സഹായിച്ചു പാട്ട് പാടും. എനിക്കറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മിണ്ടുകയില്ലാത്ത കീരിയും പാമ്പും പോലെ ഇരിക്കുന്ന അമ്മയും മകളും ചന്ദനം തേച്ചിട്ട് കാര്യമുണ്ടോ? വിളക്ക് വെച്ച് നാമം ജപിച്ചിട്ട് കാര്യമുണ്ടോ? ഇതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. വീട്ടിലാണ് സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യേണ്ടത്, കുടുംബത്തിന്റെ ഉള്ളിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് സ്പിരിച്വാലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അതൊന്നുമല്ല നമ്മുടെ ജീവിതക്രമം. ഇതുണ്ട് പണ്ടത്തെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. അവരാരും കുടുംബ കോടതി വരാതെ പോയില്ല. അവരാരും വിവാഹം ഒന്ന് പറഞ്ഞ് 2ാമത്തേന് ഡിവോഴ്സ് തന്നേക്കെന്ന് പറഞ്ഞില്ല. അവിടെ സഹനങ്ങൾ ഉണ്ടായിരുന്നു, വിട്ടുകൊടുക്കലുകൾ ഉണ്ടായിരുന്നു. അതെ, ക്ഷമിക്കാനും മറക്കാനും പറ്റിയ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലല്ലോ. ഈ ജന്മം ഞാൻ വിട്ടുകൊടുക്കത്തില്ലല്ലോ. അവിടെയാണ് സ്പിരിച്വാലിറ്റി ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആത്മീയമായ ഒരു ഉണർവ് അതായിരിക്കണം ഈ വിജ്ഞാന ക്ലാസ്സിൽ നിന്നൊക്കെ കിട്ടേണ്ടത്. ഗുരുദേവനെ കുറിച്ച് കാണാതെ പഠിച്ചിട്ട് പോവുകയല്ല, കുടുംബ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പഠിച്ചുകൊണ്ട് പോകണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? 3ാമത്തത് മനസ്സാണ്. ഞാൻ ഈയിടെ ഒരു ജേർണലിൽ വായിച്ചു, ഇന്ത്യയില് മാനസിക രോഗികളുടെ എണ്ണം ഭയാനകമായി കൂടുന്നു. അവരുടെ കണക്കനുസരിച്ച്, ഒരു ഏജൻസി നടത്തിയ പഠനമാണ്. അവരുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ മാനസിക രോഗ ചികിത്സയ്ക്ക് വിറ്റുതീരുന്ന മരുന്നിന്റെ 30% വിഴുങ്ങുന്നത് മലയാളിയാണ്. മലയാളിക്ക് ഉറക്കമില്ല, മലയാളിക്ക് കിർക്കാണ്. വീണ്ടും അവരൊരു കണക്ക് പറയുന്നുണ്ട്, കേരളത്തിൽ 5 വീട്ടിലൊരാൾക്ക് വട്ടുണ്ടെന്ന്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ടോ അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത്രയും വട്ടന്മാരോ വട്ടികളോ ഇതിനകത്ത് തന്നെ ഉണ്ട്. അല്ല, നമുക്ക് ശകലം കുഴപ്പമുണ്ടല്ലേ?
ഇല്ല, ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, പറയാറില്ലേ, എനിക്ക് കിറുക്ക് പിടിച്ച് എനിക്ക് എൻ്റെ അടുത്തൊന്നും പറയരുത്. എൻ്റെ പൊന്നു മനുഷ്യനെ, എനിക്ക് കിറുക്ക് പിടിച്ച് നിൽക്കുക, എന്നെ വിട്ടിട്ട് പറയാറില്ലേ? ശകലം കിറുക്കുണ്ടെന്നാ പറഞ്ഞ. വേറൊരു കണക്ക് അവര് പറയുന്നുണ്ട്, അമേരിക്കയില് 5 സ്ത്രീകളിൽ ഒരാൾക്ക് വട്ടുണ്ടെന്ന്. ഭാഗ്യം, നമുക്കേതായാലും അത്രയില്ല. അമേരിക്കയ്ക്ക് പോകാൻ ഞാൻ നന്നായി. അപ്പൊ ഞാൻ പറഞ്ഞതെന്നറിയാം, മാനസിക വൈകല്യങ്ങൾ കൂടുന്നു. കാരണം എൻ്റെ അടുത്ത് വരുന്ന കേസുകളുടെ ഒക്കെ അടിയിൽ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ എഴുതി വെക്കുന്ന ഒരു സാധനം ഉണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡർ. പേഴ്സണാലിറ്റി ഡിസോർഡർ, വ്യക്തിത്വ വൈകല്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന് ഒരുതരം ഭ്രാന്ത്, ഒരുതരം ഡിപ്രഷൻ, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരീരവും മനസ്സും ആത്മാവും കൂടെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യണം. അല്ല, അത് വേണമല്ലോ. എന്നും ഉണ്ടായിരുന്നു പണക്കാര്, എന്നും ഉണ്ടായിരുന്നു. നമുക്ക് ജന്മികളും അടയാളന്മാരുണ്ടായിരുന്ന കാലമില്ലായിരുന്നോ? അന്ന് ആത്മഹത്യ ഉണ്ടായിരുന്നോ? ഇല്ല. മുറ്റത്ത് കുഴികുത്തി ഇല വെച്ച് ആഹാരം കൊടുത്തിരുന്ന കാലം ഉണ്ടായിരുന്നു. അല്ലാതെ പണത്തിനെ നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഏത് കാലഘട്ടങ്ങളിലും അങ്ങനെ ഒരു തിരിവുണ്ടായിരുന്നു, ഇല്ലേ? പണം എന്ന് പറയുന്നത് മാത്രമല്ല, മനുഷ്യന് ബോധമില്ല, വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ല. വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരീരവും മനസ്സും ആത്മാവും കൂടി നിങ്ങളൊന്ന് ബാലൻസ്ഡ് ആക്കണം. എല്ലാം വേണം നമുക്ക്, ആത്മീയതയും വേണം, അതിന്റെ അങ്ങേയറ്റത്തോട്ട് പോകണ്ട. ആവശ്യത്തിന് മതി. നമുക്ക് മനസ്സും ശാന്തമാവണം, നമുക്ക് ശാരീരികമായ സുഖങ്ങളും വേണം, എല്ലാം വേണം. അതായത് ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്കിപ്പോ ഈയിടെ വന്ന ഒരു കേസ്, ഒരു ചേച്ചിയെ കൊണ്ട് വന്നത്. അതെ, ഇവക്കെന്നാത്തിന്റെ കേടാന്നറിയാവോ? ഒന്നാന്തരം വീട് ഞാൻ ഉണ്ടാക്കിയതാ. 1,15,00,000 രൂപ ഞാൻ ഉണ്ടാക്കിയതാ. ഇവിടെ തന്തയല്ല ഞാൻ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവൾ ഇരിക്കുന്നിടത്ത് ഞാൻ എല്ലാം കൊണ്ട് കൊടുക്കും. മാഡത്തിന് അറിയാവോ, അവൾ എന്നോട് 1 കിലോ പഞ്ചസാര പറഞ്ഞാൽ 5 കിലോയിൽ കുറഞ്ഞ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ വാങ്ങിക്കും? നാണക്കേടല്ലേ? അവൾ എന്നോട് ഈയിടെ പുറത്തോട്ട് പോയപ്പോ പറഞ്ഞു, മീനൊന്നും ഇല്ലെന്ന്. ഇപ്പോഴത്തെ മീൻകടകളല്ല, ഹൈടെക് മീൻകടകളല്ലേ, കണ്ടാ നമുക്ക് എല്ലാം വാങ്ങിക്കാം, അല്ലേ? എനിക്ക് തോന്നിയിട്ടില്ലേ? എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഒരു മീൻ വാങ്ങിക്കാൻ പോയി ഞാൻ 3 സൈസ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ചെമ്മീൻ കാണുമ്പോൾ ഓർക്കും, അയ്യോ അത് നല്ലതാണല്ലോ എന്ന്. അന്നേരം നല്ല മത്തി കാണുമ്പോൾ ഓർക്കും, അത് ഇച്ചിരി വറക്കാന്ന്. ഇല്ല, നമുക്ക് അങ്ങനെ തോന്നാറില്ലേ? പണ്ടത്തെ പോലെ എന്നെയല്ലോ 1 കിലോ മത്തിയും കൊണ്ടല്ലേ നമ്മൾ വരുന്നത്. അതായത് നമ്മൾ ഈ നല്ല മീൻകടൽ. അപ്പൊ ഈ സ്ത്രീ അയാൾ എന്നോട് പറയുകയാണ്, ഞാൻ പുറത്തോട്ട് പോയപ്പോൾ ഇവള് പറഞ്ഞു മീനൊന്നും ഇല്ല. എൻ്റെ പൊന്ന് ഗ്രേസിലാലെ മീൻകട ചെന്നപ്പോൾ എല്ലാം നല്ല സൂപ്പർ മീൻ, വറക്കാൻ, കറി വെക്കാനും, മപ്പാസ് വെക്കാൻ, പീര വെക്കാൻ, അച്ചാറിടാൻ 5 സൈസ് മീൻ വെട്ടി പീസാക്കിക്കൊണ്ട് ഇട്ടുകൊടുത്തു ഞാൻ. അതാണ് ഞാൻ. ഈയിടെ ഞാൻ പുറത്തോട്ട് പോയപ്പോൾ അവള് പറഞ്ഞു, അവിടെ അടിപ്പാവാടയെല്ലാം പോയത്. ഞാനൊരു ജൗളിക്കട കയറി ഒരു പാവാടയായിട്ട് വാങ്ങിക്കുന്നത് എൻ്റെ അന്തസ്സിന് പറ്റുമോ? ഇല്ല. ഞാൻ ആ പയ്യനോട്, ആ സെയിൽസ്മാനോട് പറഞ്ഞ 6 പാവാട 6 കളറ് പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. കൊണ്ടയിട്ടു കൊടുത്തു ഞാൻ. ഇടറിന്ന് പറഞ്ഞു ഞാൻ. അതാണ് ഞാൻ ഓർത്ത്, എന്നാ നല്ല ഭർത്താവാ. 1 കിലോ പഞ്ചസാര പറഞ്ഞാൽ 5 കിലോ, ഒരു പാവാട ചോദിച്ചാൽ 6 പാവാട. നമ്മൾ ഒരു മീൻ പറഞ്ഞു വിട്ടാൽ അയാൾ 5 കിലോ മീൻ. നല്ല മനുഷ്യനല്ലേ? നമുക്ക് അത്രയൊന്നും ഇല്ലല്ലോ എന്നാ നമ്മുടെ വിചാരം. നമ്മൾ 1 കിലോ പറഞ്ഞാൽ 1 കിലോ കൊണ്ടുവരുത്തും. അതാണ് ഒരു കുഴപ്പം. അപ്പൊ ഞാൻ ഓർത്ത്, എന്നാ നല്ല മനുഷ്യൻ, ഇത്ര നല്ല ഒരു ഭർത്താവ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഗ്രേസിലെ ഒരു കുഴപ്പം എനിക്കുണ്ട്, എല്ലാ ദിവസവും വൈകിട്ട് എനിക്ക് ഇത്തിരി കഴിക്കണം. ഞാൻ ഇത്ര കഴിക്കും. അതിന് ഇവള് ചാടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. കണ്ടോ, ചാടേണ്ട ഒരു കാര്യവും ഇല്ല. ചാടേണ്ട കാര്യമുണ്ടോ? ചാടേണ്ട കാര്യമില്ല. സംഭവം പിടികിട്ടിയോ? ഇത്രയും ഭംഗിയായിട്ട് വീട് കൊണ്ടുവന്നിട്ട് എല്ലാ ദിവസവും വൈകിട്ട് ഇത്തിരി കഴിക്കും. അതാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇതുപോലെ കുടുംബം നോക്കുന്ന മനുഷ്യനല്ലേ, അയാൾ വേറെ ശല്യത്തിനൊന്നും വരുന്നില്ലല്ലോ. ചേച്ചി അടിക്കുന്നില്ല, തല്ലുന്നില്ല, സ്വർണം വയ്ക്കുന്നില്ല, ഒന്നുമില്ല. പിന്നെ 2 വെഗ്ഗ അടിച്ച് അവിടെ കിടന്നോട്ടെ. ഗ്രേസിലാലേ 2 വെഗ്ഗ അടിച്ച് കിടക്കുന്ന അല്ല കുഴപ്പം, ഇയാൾ കിടന്നു മുള്ളു വന്ന്
മനസ്സിലായോ? കിടന്ന് മുള്ളും നാറിയിട്ട് മുറിക്കകത്ത് കയറണ്ട. ഞാൻ അയാളുടെ കൂടെ കിടന്നിട്ട് എത്ര നാളായിന്നറിയാമോ? മൂത്രത്തിൽ പിള്ളേരുടെ കൂടെ മൂത്രത്തിൽ ഒത്തി കിടന്ന ഇനി ഞാൻ ഇതിയാൻ്റെ കൂടെ മൂത്രത്തിൽ കിടക്കാൻ ഏതായാലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ എത്ര ബെഡ്ഷീറ്റ് കത്തിച്ചു, 2 മെത്ത കത്തിച്ചു. മൂത്തേർക്കം പറഞ്ഞു ഇയാടെ ഈ മുള്ളു നിർത്തുമ്പോഴേ കല്യാണം കഴിക്കുന്നുള്ളെന്ന്. കള്ളുകുടി അല്ല പ്രശ്നം, കിടന്നു മുള്ളുന്നതാണ് പ്രശ്നം. അപ്പൊ ഞാൻ ചോദിച്ചു, കള്ളു കുടിക്കാത്തപ്പോ ാണ് മൂത്രം. പറഞ്ഞു നിന്നോണ്ട് ടോയ്ലറ്റില്ല. ഞാൻ പറഞ്ഞ അപ്പൊ പിന്നെ കുടിക്കുമ്പം കിടന്നു പോകുന്നു അല്ലേ? ആ, കിടന്നു പോകുമ്പോ മൂത്രം ഒഴിക്കാൻ തോന്നിയാ പിന്നെ എന്നാ ചെയ്യാൻ പറ്റൂ? എന്റെ കുഴപ്പമില്ല കേട്ടോ. ഓക്കേ, അപ്പോഴ് ഞാൻ പറഞ്ഞത് എവിടെയാണ് പ്രശ്നം? നല്ല ഭർത്താവാണ്, വീട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. അതായത് അയാള് ഒരു കാര്യത്തിൽ തോറ്റു കിടക്കുക, ബാക്കി 5 കാര്യത്തിൽ അയാള് വിജയിച്ചു കിടക്കുക. ഇങ്ങനെ കുറെ കേസുകൾ വരുമ്പോ എനിക്കും തോന്നാറുണ്ട് നമ്മളിൽ പലരും ചില കാര്യങ്ങളിൽ വീക്കാണ്. എല്ലാ കാര്യങ്ങളിലും എല്ലാം തികഞ്ഞവരാകാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ എവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് ചിന്തിക്കുക. അതായത് നമുക്കൊന്ന് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. 1 പാരമ്പര്യം, 2 സാഹചര്യം, 3 മാതൃകകൾ. പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് അച്ഛന്റെ അമ്മയുടെ കൈകളിലൂടെ മക്കളിൽ വന്നുപെടുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം കാമമാണെങ്കിൽ ആ കുഞ്ഞ് ധാർമ്മികമായി അധപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം വിദ്വേഷമോ വെറുപ്പോ ആണെങ്കിൽ ആ കുഞ്ഞ് ഒരു കുറ്റവാളിയോ ദുർമാർഗിയോ ആവാനുള്ള സാധ്യതകൾ ഏറെയാണത്രേ. പിടികിട്ടുന്നുണ്ടോ? ഇപ്പൊ കള്ളടിച്ച് വെളിവില്ലാതെ വീട്ടിൽ വരുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മളിൽ എത്ര സ്ത്രീകളെ കൊണ്ടാ പറ്റുക? സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ എത്ര നേരമായി നീ നോക്കിയിരിക്കുന്നു, നല്ല മണമാണല്ലോ, നീ ഏത് ബാറിലാണ് നീ കയറിയത്? നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഒന്നാതെ വായിന്ന് വരുന്ന കുമ്മാന്നുള്ള മണം, രണ്ടാതെ കൊഴാന്നുള്ള ആട്ടോ സംസാരവും. നമ്മളിൽ ഉണ്ടാകുന്ന വികാരം വെറുപ്പാണ്. വെറുപ്പിന്റെ മൂർധന്യത്തിലും നമ്മൾ പറയും കാല. നിങ്ങൾ സാധാരണ പറഞ്ഞാൽ മതി, കാലമാടൻ പറയാറുണ്ടോ? കോട്ടയംകാരി പറയാറുണ്ടല്ലേ? കാലമാടൻ, പണ്ടാരക്കാലൻ. ഞാൻ ഈയിടെ കാസർഗോഡ് ഒരു ക്ലാസ് എടുത്തിരുന്നപ്പോൾ അവര് പറഞ്ഞു അവര് മുതുകാലൻ എന്ന് പറയുന്നു. അത് വേണമെങ്കിൽ എടുത്തു കേട്ടോ, അത് മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം ആയിരുന്നു. അത് നല്ലതല്ലേ മുതുകാലൻ? എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, വേണമെങ്കിൽ എടുത്തോ കേട്ടോ. കാലൻ, കാലമാടൻ, മുതുകാലൻ പതിവുപടി വന്നിരിക്കുക. മനസ്സിൽ വെറുപ്പും പിറമേ അഭിനയവുമായി ഭർത്താവിന്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ. അവർക്കുണ്ടാവുന്ന കുട്ടി പ്രശ്നക്കാരിയായിരിക്കും. പിള്ളേരുടെ പ്രശ്നമല്ല. മാതാപിതാക്കൾക്ക് ഇല്ലാത്ത യാതൊരു പ്രശ്നവും മക്കൾക്ക് ഉണ്ടാവുമെന്ന് കരുതരുതേ. മുടക്കുമുതൽ അനുസരിച്ച് ലാഭം പ്രതീക്ഷിക്കാവൂ, കൊള്ള ലാഭം പ്രതീക്ഷിക്കരുത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നുണ്ട്. ഞാൻ ജനിച്ചത് എൻ്റെ മാതാപിതാക്കളുടെ വളരെയേറെ നാളത്തെ
പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഫലമായിട്ടാണ്. സ്വാമി വിവേകാനന്ദൻ്റെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളില്ലാതെ വളരെ വർഷക്കാലം വിഷമിച്ചു. അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങൾ തോറും പ്രാർത്ഥനയും വഴിപാടുമായി നടന്ന അവരുടെ ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കൊടുവിൽ കിട്ടിയ ഉത്തരമാണ് സ്വാമി വിവേകാനന്ദൻ. അതാണ് അദ്ദേഹം എഴുതി വെച്ചത്. ഞാൻ പിറന്നു വീണത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. ജന്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അപ്പൻ്റെ ശരീരത്തിലെ 23 ക്രോമസോമുകൾ അമ്മയുടെ ശരീരത്തിലെ 23 ക്രോമസോമുകളോട് കൂടിച്ചേരുക ചെയ്യുന്നത്. മുടക്കുമുതൽ 2 പേർക്കും തുല്യാണ്. പക്ഷെ കൊച്ചു മിടുക്കനാണെങ്കിൽ അപ്പൻ എന്നാ പറയുന്നത്? അവൻ എൻ്റെ മോനാന്ന് പറയും. മോശമാണെങ്കിലോ തള്ള ഒരുത്തർ കുഴപ്പമെന്ന് പറയും. ഇനി അങ്ങനെ ആരെങ്കിലും പറയണം അന്നാ ക്ലാസ് എടുക്കാൻ വന്ന സ്ത്രീ പറഞ്ഞ അനുസരിച്ച് പൊന്നു മനുഷ്യനെ 23ന്റെ ഉത്തരവാദിത്തേ എനിക്കുള്ളൂ, ബാക്കി 23 നിങ്ങളുടെയാ. കേൾക്കുന്നുണ്ടോ? അതിൽ ഒരു ക്രോമസോം എന്ന് പറയുന്നത് 10,000 ജീനാണ്. ജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിറം നിർണ്ണയിക്കുന്നത്, പൊക്കം നിർണ്ണയിക്കുന്നത്, സൗന്ദര്യം നിർണ്ണയിക്കുന്നത്, ബുദ്ധി നിർണ്ണയിക്കുന്നത് ജീൻ എന്ന ഘടകമാണ്. അത് ഒരു ക്രോമസോമിൽ 10,000-ലധികമുണ്ട്. 46 23 + 23 46 ക്രോമസോമുകൾ ഒരുമിച്ച് വരുമ്പോൾ 5.5 ലക്ഷം ജീനുകൾ ഒരുമിച്ച് വരുന്നു. പക്ഷെ അത് മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നില്ല. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് 3 ലക്ഷം ജീനുകളെ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി അവിടെ വെറുതെ കിടക്കുകയാണ്. അതെന്തുകൊണ്ട് എന്നുള്ളതിന് റിസർച്ചുകൾ ഇപ്പോഴും നടക്കുകയാണ്. എന്തായാലും 3 ലക്ഷം ജീൻ ഉപയോഗിച്ചു. ഈ 3 ലക്ഷം ജീൻ എന്ന് പറയുന്നത് അപ്പൻ്റെ അമ്മയുടെ മാത്രമല്ല, അത് അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ അമ്മായിയുടെയോ അമ്മാവൻ്റെയോ 5 തലമുറ പിറകിൽ, അതായത് മനഃശാസ്ത്രം പറയുന്നത് 100 വർഷം പിറകിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഒരപ്പൂപ്പൻ്റെ പ്രത്യേകതകൾ നമ്മുടെ കുട്ടിക്ക് കയറി വരാം. പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? 100 വർഷം പുറകിൽ ജീവിച്ചിരുന്ന ഒരു വല്യമ്മയെ പോലെ ആയിരിക്കാം ഞാനിപ്പം. അവർ 80ാമത്തെ വയസ്സിൽ ചത്തെങ്കിലും ഞാൻ 80-ൽ ചാവും. പക്ഷെ അവർ 90-ലായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാന്നറിയാം, ജനറ്റിക്കലി കിട്ടുന്നത്. അതിനാണ് ഈ പിള്ളേരോട് പറയുന്ന വഴി കാണുന്നതിനെ, കണ്ണി കാണുന്നതിനെ, ഇൻസ്റ്റായി കാണുന്നതിനെ ഒന്നും പിടിച്ചോണ്ട് വരരുതെന്ന്. ആരാ മതം കണ്ടുപിടിച്ചത്? ആരാ എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്ന അവരോന്ന്? നിങ്ങളെപ്പോലുള്ളവരാ കുഴപ്പമുണ്ടാക്കുന്നേ? ഞാൻ മനസ്സിലായില്ലേ? കുറച്ചും കൂടെ വിശാലമായിട്ട് ഗുരുദേവൻ ചിന്തിച്ച പോലെ ചിന്തിക്കണം. മുസ്ലിം കുഴപ്പമില്ല, ഹിന്ദു കുഴപ്പം, ഇതൊക്കെയാ പറയുന്ന പിള്ളേർ വന്ന് പറയുന്ന വർത്താനം കേൾക്കും. ചിലപ്പോൾ കർണക്കുറ്റിക്ക് 2 കൊടുക്കാൻ തോന്നും. പിന്നെ ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ അങ്ങ് കയറിയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായോ? പാരമ്പര്യം മാറുകയല്ല, മാറ്റാൻ പറ്റുകയല്ല. പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് എൻവയോൺമെന്റ് എന്ന് പറയും. പണ്ട് ഞാൻ സൈക്കോളജി പഠിച്ചപ്പോൾ പഠിച്ച ഒരു കാര്യം, നല്ല അച്ഛനും അമ്മയ്ക്കും നല്ല പിള്ളേരുണ്ടാവും, പിഴച്ച തന്തയ്ക്കും തള്ളയ്ക്കും പിഴച്ച പിള്ളേരുണ്ടാവും. പക്ഷെ കൗൺസിലിംഗ് നടത്തി ഞാനൊരു കാര്യം പഠിച്ചു, നല്ല 1ാം തരം അപ്പനും അമ്മയ്ക്കും പിഴച്ച പിള്ളേർ. കള്ളു കുടിക്കാത്ത അപ്പന് ബാറിൽ നിന്ന് ഇറങ്ങാത്ത മോൻ, എത്ര എണ്ണം വേണേ പറയാം. ശരിയാണോ? തിരിച്ച് എല്ലാം കള്ളു കുടിച്ച് നശിപ്പിച്ച ചില അപ്പന്മാർക്ക് എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ഏറ്റെടുത്ത് കുടുംബത്തിന്റെ രക്ഷകന്റെ കുപ്പായം അണിഞ്ഞ് കുടുംബത്തെ രക്ഷപ്പെടുത്തിയ മക്കളെ ഞാൻ കാണാറുണ്ട്. അത് ഞാൻ നല്ലൊരു മകനുണ്ടായാൽ മതി കുടുംബം രക്ഷപ്പെടാൻ, ഒരുത്തനുണ്ടായാൽ മതി എല്ലാം നശിപ്പിക്കാൻ. അത് രണ്ടും ഞാൻ കാണാറുണ്ട്. അപ്പൊ സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിന്റെ അന്തരീക്ഷം, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അപ്പൂപ്പനോടും അമ്മൂമ്മയോടുമുള്ള സ്നേഹം, ബഹുമാനം, ഇതെല്ലാം മക്കളുടെ വ്യക്തിത്വ വികസനത്തിന് ആവശ്യം. ഞാനും എൻ്റെ കെട്ടിയവനും തന്നെ വളർത്തിയാൽ ഇങ്ങനെ ഇരിക്കും. അതായി പറഞ്ഞു വരുന്നത്. അപ്പൊ സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തത് റോൾ മോഡൽസ് എന്ന് പറയും. റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ മാതൃകകളാണ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കള് ഒരാത്മ പരിശോധനയ്ക്ക് തയ്യാറാവുക. എൻ്റെ കുഞ്ഞിന് എന്നെ കണ്ടുപഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ?
അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് എട കൊച്ചെ, പപ്പയെ പോലെ അച്ഛനെ പോലെ തന്നെ ആവണം നീ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ? വേണ്ട. ആണുങ്ങളോട് ഞാൻ ചോദിക്കുക, ഈ പെണ്ണുങ്ങളെ കാണിച്ചുകൊണ്ട് അമ്മയെ പോലെ തന്നെ വാടി വാടി എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നിവൃത്തിയുണ്ട് തവളെ കണ്ടുപിടിക്കരുത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിവൃത്തിയുണ്ട് തന്ത കണ്ടുപിടിക്കരുത്. ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മളെ കണ്ടുപിടിക്കാൻ നമ്മുടെ മക്കൾക്കില്ല പലതും. അതുകൊണ്ടാണ് മക്കൾ കണ്ടയിലെല്ലാം പോകുന്നത്. വീട്ടിൽ കിട്ടേണ്ടത് കിട്ടുന്നില്ല, കൊടുക്കേണ്ടത് കൊടുക്കേണ്ടടത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടയാള് കൊടുത്തോണ്ടിരുന്നാൽ കിട്ടുന്നിട അന്വേഷിച്ചു പോവില്ല. കൊടുക്കേണ്ടതുപോലെ കൊടുക്കാൻ മാതാപിതാക്കള് തയ്യാറാവണം. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി എൻ്റെ അപ്പനാണ്. എന്നെ അത്രയും സ്വാധീനിച്ച വേറൊരാളും ഇല്ല. അതിൻ്റെ അയലൊക്കത്ത് വരാനുള്ള യോഗ്യത എൻ്റെ കെട്ടിയോനോ എൻ്റെ ആമക്കൾക്കോ ഇല്ലെന്ന് ഞാൻ പറയാം. കാരണം ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ, ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു ആ മനുഷ്യൻ്റെ മകളായതുകൊണ്ടാണ്. എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, എന്നെ കൊണ്ട് വായിപ്പിച്ചു തീർത്ത പുസ്തകങ്ങൾ, അതെ എനിക്ക് വായിക്കാൻ അറിയാവുമ്പോ തൊട്ട് എനിക്ക് വേണ്ടി എന്തെല്ലാം ചാച്ചൻ പത്രം വായിച്ചിട്ട് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഒരു ബുക്കിൽ എഴുതി വെക്കണം. വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു, എഡിറ്ററായിരുന്നു. ഞാനൊരു 4ാം ക്ലാസ് മുതൽ എഴുതും. ഞാൻ ഇപ്പോഴും എഴുതും, മാഗസിനുകളിലെല്ലാം എഴുതും. ഞാൻ എഴുതുന്നതെല്ലാം എല്ലാ മാഗസിനോ പത്രത്തിനോ അയച്ചു കൊടുക്കുന്ന എൻ്റെ അപ്പനുണ്ടായിരുന്നു. അവിടുന്നൊന്നും എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്കായി ഒരു കൊച്ചു സമ്മാനം വാങ്ങിച്ചു തന്ന ഒരപ്പൻ. അങ്ങനെ ഒരപ്പൻ്റെ മകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഈ ഇത്രയും പ്രായത്തിൽ നിൽക്കുന്നെങ്കിൽ എന്നെ സ്ട്രോങ് ആയിട്ട് വളർത്തിയ ഒരപ്പൻ. അമ്മ പാവമായിരുന്നു. അമ്മ വീടിന് വെളിയിൽ എൻ്റെ അപ്പം കൊണ്ടുപോകുന്ന സ്ഥലത്തല്ലാതെ എങ്ങും പോകാത്ത അമ്മ. പള്ളിയിലാണ് തന്നെ പോയിട്ടുള്ളത്. ചാച്ചൻ കൊണ്ടുപോകുന്നിടത്തൊക്കെ പോകുന്ന ഒരമ്മ, പാവ ഒരമ്മ. ആ അമ്മയുടെ മകളായി ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇരിക്കുന്നില്ല. ഞാനൊരു 18-19 രാജ്യങ്ങളോളം ട്രാവൽ ചെയ്ത് കഴിയും. ഇനിയും കിടക്കുന്ന കുറേ സ്ഥലം കാണാൻ അതിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. ആരെങ്കിലും ചുമ്മാ കൊണ്ടുപോകണേ, കാശ് മുടക്കി പോവില്ല. ആരെങ്കിലും ക്ലാസ്സിന് വിളിച്ചു പോയിട്ട് നമുക്ക് കാശ് കൈ തന്നാലാ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നതെന്നറിയാം, നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു പശ്ചാത്തലങ്ങളാണ് കുട്ടികളെ നല്ലവരാക്കുന്നത്. അപ്പന്മാരോട് ഒരു വാക്ക്, ഒരപ്പൻ്റെ അഡ്രസ്സാണ് മക്കളുടെ അഡ്രസ്, അമ്മയുടെ അല്ല. സ്കൂളിലോ കോളേജിലോ നിങ്ങളുടെ മക്കളെ ചേർക്കാനായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ അമ്മയുടെ വീട്ടുപേര് അമ്മയുടെ അപ്പൻ്റെ പേര് വല്ലതും ചോദിക്കാറുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ അഡ്രസ്സാ കൊടുക്കുന്നതാണല്ലോ. അതെ, ഒരപ്പൻ്റെ അഡ്രസ്സിൽ മക്കൾ അറിയപ്പെടണം. അത്രയും മതി. നല്ലൊരു അഡ്രസ് ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കണ്ട, വലിയ വീടുകളും വെക്കണ്ട, നിങ്ങൾ വലിയ സൗകര്യങ്ങളും കൊടുക്കണ്ട. പക്ഷേ അച്ഛനെ പോലെ ഒരു അച്ഛൻ്റെ മകനായി ജനിക്കാൻ പറ്റിയതാണ് എൻ്റെ ഭാഗ്യമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ മനുഷ്യന്റെയും മനസ്സിലെ നന്മയുടെ നിറവാണ് അമ്മ. ഏറ്റവും വലിയ ചാലക ശക്തിയാണ് അമ്മ. മാതൃത്വം എന്ന് പറയുന്നത് വലിയൊരു പദവിയാണ്. ആ പദവിക്ക് ഉള്ള യോഗ്യത പല അമ്മമാർക്കില്ല. ഇന്നലെ വന്ന ഒരമ്മ മകളെ വിളിക്കുന്ന എന്നറിയോ? പോത്ത്. എടി പോത്തേന്ന്. അപ്പൊ ഞാൻ കണ്ണാടി എടുത്ത് അവരെ കാണിച്ചു. നിങ്ങൾ ഇതിനകത്ത് ചുവ നിൽക്കാൻ പറഞ്ഞു. ഇതിലേതിന്റെ മോന്തയാ പോത്ത് പോലെ ഇരിക്കുന്നത്? എനിക്കറിയില്ല. മക്കളെ വിളിക്കുന്ന പോത്ത്. പിന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ, കായിക താഴ്ത്ത പിള്ളേര് തെറി പറയുന്നത് പറയും. അപ്പനും അമ്മയും പറയാത്ത തെറി പിള്ളേരെ എവിടുന്ന് പഠിക്കാൻ? പിള്ളേര് പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാ. അതുകൊണ്ട് നമുക്കൊരു നല്ല അമ്മ, നല്ല അച്ഛൻ. അതെ, എൻ്റെ കൊച്ചുമക്കൾ, എനിക്ക് 4 കൊച്ചുമക്കളുണ്ട്. എൻ്റെ ബെഡ്റൂമിലെ ഭിത്തി നിറയെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, യു ആർ ദ ബെസ്റ്റ് ഗ്രാൻഡ്മ ഇൻ ദ വേൾഡ്. എനിക്ക് കിട്ടിയ അവാർഡ്, എനിക്ക് കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് കൗൺസിലർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പഴയ കഥകളാണ്. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അവാർഡായിട്ട് എൻ്റെ പിള്ളേർ എഴുതി വെച്ചത് ഞാൻ കാണാറുണ്ട്. പക്ഷെ എൻ്റെ കെട്ടിയോന് ഇച്ചിരി കുശുമ്പുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങേരിയുടെ പറയാ, പെയിൻറ്റ് ചെയ്യണം, വീടപ്പടി അഴുക്കായി. എനിക്ക് മനസ്സിലായി എന്നാന്ന്. ആ മനുഷ്യൻ്റെ പേര് എഴുതിയിട്ടില്ലെന്ന്. സംഭവം മനസ്സിലായില്ലേ? ഞാൻ പറയാം, അതിന് കുറച്ച് പാടുപെടണം. അവിടെ രാവിലെ കാലും വെച്ച് ആ സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചിരുന്ന ആ പിള്ളേർ എഴുതുമോ യു ആർ ദ ബെസ്റ്റ് ഗ്രാൻഡ്? എഴുതത്തില്ല. ഞാൻ ആ പിള്ളേരോട് അക്ക് കളിക്കും, കണ്ടപാത്ത കളിക്കും.
ഞാൻ അവരുടെ കൂടെ എന്തൊക്കെ പരിപാടികൾ ചെയ്യും. ഞാൻ അവർക്ക് പുസ്തകം വായിച്ചു കൊടുക്കും, പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കും. എൻ്റെ മൂത്ത കുട്ടി +2 പഠിക്കുന്ന എൻ്റെ കൊച്ചുമകള് 3 പുസ്തകം എഴുതി കഴിഞ്ഞു. അത് പ്രസിദ്ധീകരിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് എന്നോട്. റോയൽറ്റി കിട്ടുമ്പോൾ പൈസ തരാമല്ലോ. +2 ഒന്ന് കഴിഞ്ഞോട്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പം അവള് നീറ്റും ജെയും ഒക്കെ എഴുതുക. അതൊന്ന് കഴിയട്ടല്ലേ, അവൾ അഹങ്കാരിയായ എന്നെ അടുക്കുമെന്ന് കരുതി ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പ്രസിദ്ധീകരിക്കും ഞാനത്, കാരണം നല്ല പുസ്തകങ്ങളാണ്. അത് എവിടുന്നാ കിട്ടുന്നേ? കുടുംബത്തിന്റെ അന്തരീക്ഷമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ നല്ല പിള്ളേരാണ്. നമ്മളെപ്പോലുള്ളവരുടെ കൈ കിട്ടുമ്പോഴാണ് ഇവര് മോശമായി പോകുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് ചിന്തിക്കേണ്ടത് നല്ലൊരമ്മയാണോ, നല്ലൊരപ്പനാണോ, അത്രയും ചിന്തിക്കുക. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ വളർച്ചയിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെയാ വളർച്ച. ശൈശവം എന്ന് പറയുന്നത് 4 വയസ്സ് വരെയാ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന നിമിഷം മുതൽ 4 വയസ്സ് വരെയുള്ള സമയം കൊണ്ട് നമ്മുടെ ബ്രെയിനിന്റെ 95% ഡെവലപ്മെന്റ്സും വളർച്ച പൂർത്തിയാക്കി കഴിയും. ഒരു കുഞ്ഞ് ഭാവിയിൽ ആരായി തീരുമെന്ന് തീരുമാനിക്കപ്പെടുന്ന 4 വയസ്സിന് മുമ്പാണ്. 95% ബ്രെയിനും 4 വയസ്സ് കൊണ്ട് വളർച്ച പൂർത്തിയാക്കുന്നു. ഈ 4 വയസ്സ് വരെ ഈ കൊച്ചു ആരുടെ കൂടെ താമസിക്കുന്നത്? മാതാപിതാക്കളുടെ കൂട്ടത്തിലാണ്. അതേപോലെ തന്നെ ഒരു കുട്ടിയുടെ ലൈംഗികത, മനുഷ്യന്റെ ലൈംഗികത ഡെവലപ്പ് ചെയ്യുന്നത് 4 വയസ്സിന് മുമ്പാണ്. കുറച്ചുകൂടെ സൈക്കോളജിസ്റ്റുകളുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ 7 വയസ്സ് വരെ നിങ്ങളൊരു കുഞ്ഞിനെ നന്നായി വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടണ്ട, പേടിക്കണ്ട. ഏത് സാഹചര്യത്തിൽ പോയാലും കൊച്ചു മോശമായില്ല. 7 വയസ്സ് വരെ നിങ്ങൾ നന്നായി വളർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ ഭയപ്പെടണം. കാരണം അതിനു മുമ്പ് അവരുടെ ലൈംഗികത പോലും ഡെവലപ്പ് ചെയ്ത് കഴിയും. അല്ല, ടീനേജിലല്ല അതുണ്ടാവുന്നത്. ഒരമ്മയുടെ മുലപ്പാൽ കുടിക്കുമ്പോൾ ഒരു മനുഷ്യനിലെ ലൈംഗികത ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. സന്തോഷത്തോടെ മുലപ്പാൽ കുടിക്കാൻ അവസരം കിട്ടുന്ന കുട്ടികളിൽ പക്വതയുള്ള ലൈംഗിക വികാരങ്ങൾ ഡെവലപ്പ് ചെയ്യുമെന്ന് മനഃശാസ്ത്രം പറയുന്നു. 3 വയസ്സ് വരെ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ച് നെഞ്ചത്ത് കയറി ഉരുണ്ട് പെരണ്ട് വളരാൻ പറ്റുമെങ്കിൽ ആ കുട്ടിയിൽ തീർച്ചയായും പക്വതയുള്ള ലൈംഗികത ഉണ്ടാവുമെന്ന് മനഃശാസ്ത്രം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു കേസ് ചെയ്യുകയാണ്. കോട്ടയത്തുള്ള ഒരു കേസാണ്. 2 പേരും എഞ്ചിനീയറാണ്, പെണ്ണും ആണും. അവര് ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യണം. എന്ന് കെട്ടി അന്നോട്ട് അടിയെ. കെട്ടുന്നതിന് മുമ്പ് അടിയുണ്ട്, അത് പിന്നെ പോട്ടെ. കെട്ടുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ 8 മാസം വർത്താനം പറയാൻ നേരം കിട്ടി. അന്നേ അടിയുണ്ട്. പക്ഷെ കെട്ടി അന്നോട്ട് കുഴപ്പമാണ്. ഇപ്പൊ ഒരു 2 പിള്ളേരുണ്ടായി, ഇരട്ട പിള്ളേരാണ്. അവർ 2 പേരുടെ ഒരു തീരുമാനം എടുത്തു. 15 ദിവസം കൊച്ചു നിന്റെ കൂടെ, 15 ദിവസം എൻ്റെ കൂടെ. 2 താമസിക്കുക, പിള്ളേരെ വളർത്തുക. 15 ദിവസം എൻ്റെ കൂടെ, 15 ദിവസം നിന്റെ കൂടെ. ഞാൻ ചോദിച്ചത് ആരാ തീരുമാനിച്ചു? ഞങ്ങൾ തന്നെ തീരുമാനിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു കൊള്ളാം, പിള്ളേരിനെ കുറെ കഴിയുമ്പോൾ വേറെ ചിലത് തീരുമാനിക്കും. അമ്മ ഒരു വൃദ്ധമന്ദിരത്തിൽ, അപ്പൻ വേറൊരു വൃദ്ധമന്ദിരത്തിൽ. നിങ്ങളുടെ അവസാനം വളരെ മോശമായിരിക്കും. കാരണം ഒട്ടും ക്ഷമിക്കാനോ മറക്കാനോ തയ്യാറല്ലാത്ത എഞ്ചിനീയർമാര്, പിള്ളേര്. അതുകൊണ്ട് ഒരു കുട്ടിയുടെ വളർച്ചയിൽ 7 വയസ്സ് വരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എനിക്ക് വരുന്ന കേസുകളിൽ പലപ്പോഴും ചില വിവാഹമോചനത്തിന്റെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുമായിട്ട് ലൈംഗിക വൈകൃതങ്ങളുടെ ഒക്കെ കേസുകൾ വരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവരുടെ വ്യക്തിത്വ വികസനത്തിൽ വരുന്ന അപാകതകളാണ് ഇതിന്റെ കാരണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കുടുംബത്തെ ഒരു സ്നേഹ നികേതനമാക്കുക. അതാണ് ഇതിനുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് വരുന്ന പ്രശ്നക്കാരായ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്നോട് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. കുടുംബത്ത് സന്തോഷം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? കുടുംബത്ത് സമാധാനം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇവർക്ക് സ്ഥിരം കൊടുക്കാറുള്ള ഒരു മറുപടിയുണ്ട്. കുടുംബത്ത് സന്തോഷവും സമാധാനം ഉണ്ടാവാൻ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ 2 പേരും കൂടെ ഒന്ന് സ്നേഹിക്കേ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, വെരി സിമ്പിൾ. 2 പേരും കൂടെ ഒന്ന് സ്നേഹിക്ക്. പക്ഷേ ആ സ്നേഹം ഒരു ടോട്ടൽ ഗിവിംഗ് ആണ്. ആ സ്നേഹം ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. ദാമ്പത്യ സ്നേഹം ഒരു പരിപൂർണമായ സമർപ്പണമാണ്. അത് വ്യവസ്ഥകളില്ലാത്ത ഒരു ബന്ധമാണ്. പക്ഷെ ഇന്നത്തെ മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇമോഷണൽ ഡ്രൈനസ് എന്നെയും നിങ്ങളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. വൈകാരിക തലത്തിലുള്ള ഒരു കുറവ്. അതിന്റെ കാരണങ്ങൾ തേടി ചെല്ലുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ ഇന്ന് വളരെ ഉയരങ്ങളിലാണ്.
ബുദ്ധി കൂടുന്തോറും നമുക്കിത് കോടാലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ഈയിടെ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തമുണ്ട്. ബുദ്ധി കൂടുന്തോറും മനുഷ്യൻ ചിരിക്കത്തില്ല. ഇതിനകത്ത് ധാരാളം ബുദ്ധിമാന്മാരെ ഞാൻ കാണുന്നു. വെട്ടുപോത്ത് പോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് പോലും മുഖത്ത് ഭാവവ്യത്യാസമില്ല. ദൈവമേ, ചില സ്ത്രീകളുടെ മുഖം കണ്ടാൽ ഒന്നേ ഞാൻ നോക്കിയിട്ടുള്ളൂ, പിന്നെ ഞാൻ നോക്കിയിട്ടില്ല അങ്ങോട്ട്. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ? നിങ്ങളൊക്കെ സാധാരണക്കാരാണോ അതോ വലിയ പുള്ളികളാണോ? സാധാരണക്കാരല്ലേ? നമുക്ക് സാധാരണക്കാരായിട്ട് ജീവിച്ചാ പോരെ? മതിയോ? എങ്കിൽ കുടുംബത്തിനൊരു ഭാഷയുണ്ടാവണം. കുടുംബത്തിന്റെ ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാവണം. സ്നേഹത്തിന്റെ ഭാഷ ഹൃദയത്തിന്റെ ഭാഷയാവണം. യുക്തിബോധം കുടുംബത്തിന്റെ ഭാഷയല്ല. എല്ലാ യുക്തിയെയും കടത്തി വെട്ടുന്ന ഹൃദയത്തിന്റെ ഭാഷ ശീലിക്കും നമ്മള്. സിമ്പിളാണ്. സിമ്പിളായിട്ട് ഞാൻ പറയാണ്, നമുക്ക് വർത്താനം പറയാൻ പഠിച്ചാൽ മതി, കുടുംബജീവിതം മനോഹരമാക്കാം. നമ്മുടെ വീട്ടിലാർക്കാ വർത്താനം പറയാൻ അറിയാന്നേ? ആലോചിച്ച് നോക്കൂ. പറയണ്ട എന്നോട്, ആർക്കാ കൂടുതൽ വർത്താനം പറയാൻ അറിയാവുന്നത്? ആണുങ്ങളോട് ചോദിച്ചാൽ പറയും പെണ്ണുങ്ങൾക്കാ, നിങ്ങളോട് ചോദിച്ചാൽ പറയാം അവർക്കാന്ന്. അതെനിക്കറിയാം. പക്ഷേ എനിക്ക് തോന്നാറുണ്ട് പല കുടുംബങ്ങളും ഇന്ന് അവാർഡ് ഫിലിം, ചോറ് വിളമ്പി തട്ടി ഉരുട്ടി അകത്താക്കിയിട്ട് എടുത്തോ, എന്നെ എടുത്തോളാനോ, പാത്രം എടുത്തോളാനോ, പിന്നെ ഒരു മയക്കവും കൂടെ കഴിഞ്ഞിട്ട് അടുത്ത കൽപ്പനയുണ്ടല്ലോ, അതെന്നതാ, ചായ. പല വീട്ടിൽ ഇത്രേ ഉള്ളൂ. ആരോട് മിണ്ടുന്നെന്നാ പറയുന്നത്. എനിക്ക് തോന്നാറുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല പല വീടുകളിലും. തുറന്ന് സംസാരിക്കുന്ന നല്ല സൗഹൃദങ്ങൾ. ഇവിടെ പണ്ടത്തെ ജോയിന്റ് ഫാമിലിയിൽ വല്യമ്മ, വല്യപ്പൻ, ചിറ്റപ്പന്മാർ, ആന്റിമാരൊക്കെ കൂടെ ഒരു വീട്ടിൽ കഴിഞ്ഞ കാലമുണ്ട്. അവിടെ പൊട്ടിച്ചിരികളുണ്ടായിരുന്നു, രാഷ്ട്രീയം പറയുമായിരുന്നു, പല പാർട്ടികളുണ്ടായിരുന്നു, വഴക്കുണ്ടാക്കുമായിരുന്നു. പക്ഷെ അതൊരു രസമായിരുന്നു. അതെ, അതൊരു ഭയങ്കര രസമായിരുന്നു. ഞാനൊക്കെ അങ്ങനെ വളർന്നാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നത്തെ കുഴപ്പം എന്നാന്ന് പറയാ, അവനവന്റെ മുറിയിൽ കയറി കഥ അടയ്ക്കുക, കുറ്റിയിടുക, എന്നിട്ട് ഈ കുണ്ടനാണ്ടം തോണ്ടിക്കൊണ്ടിരിക്കുക. എന്തു തോണ്ടുന്നു എനിക്ക് തോന്നാറുണ്ട്. അമ്മയും കക്ഷത്തി വെച്ചോണ്ട് അടുക്കളയിലെ പണി ചെയ്യുന്നു. മനസ്സിലായില്ലേ? പിള്ളേരാണെങ്കില് ഇല്ല, ഞാൻ അധികം ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല എനിക്ക്. ബട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, എനിക്കൊന്നുമില്ല. 2 കാര്യത്തിന് ഞാൻ ഫോൺ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് അതിനെന്തോ കുഴപ്പമുണ്ടോ? അപ്പൊ അത് ഞാൻ 2 കാര്യത്തിന് ഉപയോഗിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ ഇന്ന് വരെ ഫോൺ മേടിച്ചിട്ട് ഇന്ന് വരെ ഒരു സാധനം എടുക്കാറില്ല. എനിക്ക് എടുക്കാനായിട്ട് ആഗ്രഹവും ഇല്ല. ആ കാര്യത്തിൽ ഞാൻ വളരെ പൂറാണ്. കാരണം ഞാൻ വായിക്കും, ധാരാളം വായിക്കുന്ന ആളാണ്. പുതിയ പുസ്തകം കിട്ടിയാൽ ഞാൻ ആ ലോകത്തിലിരിക്കുന്ന ആളാണ്. എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്യണം. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ മകൻ്റെ കുട്ടിയോടാ പറയുന്നത് എനിക്കെല്ലാം ചെയ്തു തരാൻ. 3 എണ്ണം എൻ്റെ ചുറ്റും ഇരിക്കും, എന്നിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കാരണം ഇതിനകത്ത് വല്ലതും വന്നാൽ ഇവർ വേണം ഇത് ശരിയാക്കി തരാൻ. അതിന് ഞാൻ കൂലിയൊക്കെ കൊടുക്കും, ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ആ കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്കതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്നറിയാമോ, നമ്മുടെ കുറയുന്നു, കമ്മ്യൂണിക്കേഷൻ കുറയുന്നു. അതാണ് അപ്പോഴ് അതിന്റെ കാരണം എന്താണ്? സ്ത്രീയും പുരുഷനും ഒരിക്കലും ഒരേ മാനസിക പ്രത്യേകതകളുടെ ഉടമകളല്ല. ഈ കാണുന്ന വ്യത്യാസം എല്ലാ കാര്യത്തിലും ഉണ്ട്. മനഃശാസ്ത്രപരമായി പുരുഷൻ വലിയൊരു ഈഗോയുടെ ഉടമയാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? നമ്മുടെ മനസ്സിന് 3 തലങ്ങളാണ്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയും. ഇതെന്ന് പറയുന്നത് നമ്മളിലെയൊക്കെ ശിശു സഹജമായ ഒരു ഭാവമാണ്. കൊഞ്ചാന്, കൊഞ്ചിക്കപ്പെടാന്, താലോലിക്കപ്പെടാന് ഒക്കെ ഒരു ആഗ്രഹമില്ലേ നമ്മുടെ ഉള്ളില്? ഉണ്ടോ? വീട്ടിലോട്ട് ചെല്ലുമ്പോ, ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോ അമ്മ പറയുന്നത്, എന്റെ കൊച്ചിന് ഈടായിട്ട് അപ്പടി ക്ഷീണാണല്ലോ, എങ്ങനെ ഇരുന്ന ഒരു കുഞ്ഞ, ഇതിന്റെ ഒരു തഞ്ചം കണ്ട് ഇത് കേൾക്കുന്ന ഒരു സുഖമല്ലേ?
നേരെ തിരിച്ച് നമ്മുടെ കെട്ടിയിങ്ങോട്ട് വന്നിട്ട് വിളമ്പടി ഓറേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ അതിനകത്ത് ഇവിടെ സ്നേഹം അല്ലേ? സ്നേഹം അനുഭവിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ട്. അതാണ് ഇത് എന്ന ഭാവം. രണ്ടാമത്തത് ഈഗോയാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഗ്രേസ് ആവുന്നു. ഞാൻ ഗ്രേസ് ആവുന്നു, എൻ്റെ പേര് ഗ്രേസ് അല്ല, ഞാൻ. ഇതെല്ലാവർക്കും ഉണ്ട് ഈ ഭാവം. ഇവിടെ ചിലർക്ക് ഇത്തിരി കൂടുതലാണ്, ചിലർക്ക് ഇത്തിരി കുറവാണ്. ഇനി മനഃശാസ്ത്രപരമായി പുരുഷൻ വലിയൊരു ഈഗോയുടെ ഉടമയാണ്, തൻ്റെടിയാണ്, അഹങ്കാരിയാണ്, അധിക പ്രസംഗിയാണ്. അവർ കുടുംബത്തെ അടക്കി ഭരിക്കുന്നു. ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി, കൂടുതലൊന്നും പറയാൻ പറ്റണ്ട. തള്ളയോടും മക്കളോടും ആ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്റെ വീട്, എന്റെ റവറ്, എന്റെ വണ്ടി, എന്റെ ബിസിനസ്. നമ്മുടെ വീട്ടിലെ വിലപ്പിടിപ്പുള്ളതല്ല ആരുടെയാ? ആണല്ലോ. നമുക്ക് ധൈര്യമായിട്ട് എന്റെ ചേർത്ത് പറയാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുടെ പേര് പറ. എന്റെ മക്കളെന്നോ? നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് പറയുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ 23 അപ്പുറത്തെയാ. ചട്ടി, കലം, ചീനച്ചട്ടി, ചൂല്, പിച്ചാത്തി അതൊക്കെ പറയാം. എന്റെ ചൂല് അപ്പടി പോയി, ഒരു ചൂലുണ്ടാക്കണം അങ്ങനെ പറയാമല്ലോ. എന്റെ ദൈവമേ എന്റെ ചട്ടി പൊട്ടിപ്പോയി, എന്റെ വാലും പാത്രം വെച്ചൊരു വേക്ക് പോയതാ, കരിഞ്ഞു പോയി. സാധാരണ അങ്ങനല്ലേ? എന്റെ വാലും പാത്രം, എന്റെ ചട്ടി, കലം, ചീനച്ചട്ടി, ചൂല്, ലൊട്ടിലൊടുക്കൊക്കെ നമ്മുടെയാ. വിലപിടിപ്പുള്ളതൊക്കെ ആരുടെയാ? നമ്മുടെ വീട്ടിൽ ചോറുണ്ടാക്കിയാൽ ചൂട് പോകണ്ട് നമ്മൾ വിളമ്പി കൊടുക്കുന്ന ആർക്കാ? ആണുങ്ങൾക്ക്. മീൻ കറി വെച്ചാൽ നല്ല പീസ്, ഇറച്ചി ഒലത്തി 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 കറപ്പിച്ച്, പാലപ്പം ചുട്ടാൽ സോഫ്റ്റായി. അപ്പം ആണോ? അല്ല, ഇവിടേക്ക് അങ്ങനെ ആണോന്ന് അറിയണേ. ഈ ചെങ്ങന്നൂർക്ക് എങ്ങനെ ആണോ? നമ്മുടെ കോട്ടയത്തൊക്കെ അങ്ങനെ അല്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ലല്ലേ? എന്നാ സാധനങ്ങളോ ഇതൊക്കെ? അപ്പൊ ഞങ്ങളുടെ കോട്ടയംകാരങ്ങനല്ല. ഞങ്ങള് എന്തുണ്ടാക്കിയാലും അല്ലേ, ഒരു മാങ്ങ പൂളിയാൽ മെത്തപ്പൂള് ഞങ്ങളാണ് കൊടുക്കും അല്ലേ? അപ്പൊ ഞങ്ങള് സാധാരണ രീതിയിൽ കുറവലങ്ങാടുകാരി. അപ്പൊ കോട്ടയമാ. ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു മെയിൽ ഡോമിനേറ്റിംഗ് സൊസൈറ്റിയാണ്, പുരുഷാധിപത്യമുള്ള സൊസൈറ്റിയാണ്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. വെസ്റ്റേൺ സൊസൈറ്റീസ് അല്ലെ, യൂറോപ്പിലൊന്നും അങ്ങനെ അല്ല. അവിടെ ഈക്വാലിറ്റി ഉണ്ട്. ഇതാണ് നമ്മുടെ പിള്ളേർ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്. നടക്കുകയാണെന്ന് ഞാൻ പിള്ളേരോട് പറയാറുണ്ട്. എന്നാലും പിള്ളേർ പറയും നല്ല രസമുള്ള കേസൊക്കെ വരാറുണ്ട്. യൂറോപ്യൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഭാര്യ അടുക്കളയിലേക്കും ഭർത്താവ് പുറത്തോട്ടും അല്ല പോകുന്നത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി 5 എഴുന്നേറ്റു, അടുക്കളയിലോട്ട് പോയി കട്ടൻ കാപ്പി എത്തി, അങ്ങേര് ഗേറ്റ് തുറന്നു, പിന്നെ പത്രം എടുത്തുകൊണ്ട് വന്ന് കാലും വെച്ച് അങ്ങനെ ഇരുന്നു, അങ്ങേർക്ക് കാപ്പി കൊടുത്തു. ഞാൻ പള്ളിയിലോട്ട് പോയി. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും. 5:30 ആകുമ്പോൾ ഞാൻ പള്ളിയിലേക്ക് നടക്കും. 22 മിനിറ്റ് നടക്കണം. 2 എൻ്റെ ഉദ്ദേശം. 1 എൻ്റെ എക്സർസൈസ്, 2 പള്ളി പോകണം. അത് ഞങ്ങൾ 2 പേരും 2 വഴിയില്ല. പിന്നെ പക്ഷേ യൂറോപ്പിൽ അങ്ങനെയല്ല. അവരുടെ എല്ലാ വീടുകളിലും കോഫി മേക്കർ ഉണ്ട്. ഞാൻ കണ്ട രാജ്യങ്ങൾ ഓസ്ട്രേലിയ ആയാലും അയർലൻഡ് ആയാലും കാനഡ ആയാലും UK, ഞാൻ ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ അവനവൻ ആവശ്യമുള്ളത് അവനവൻ ഉണ്ടാക്കി കഴിക്കുക. മനസ്സിലായില്ലേ? അതാ നല്ലതെന്ന് പറയാം. പക്ഷെ നമ്മുടെ കെട്ടിയവനോട് അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുമല്ല, പക്ഷെ നമ്മുടെ പിള്ളേർ ഇപ്പം നടപ്പിലാക്കുന്ന എന്നാന്നറിയാമോ? അതെ, ഒരു കാര്യം പറയാറുണ്ട്. തിങ്കളാഴ്ച നിങ്ങൾ കുക്ക് ചെയ്യും, ചൊവ്വാഴ്ച ഞാൻ. കേട്ടല്ലോ? ബുധനാഴ്ച നിങ്ങൾ കുക്ക് ചെയ്യും, വ്യാഴാഴ്ച ഞാൻ. ഇപ്പോഴത്തെ പിള്ളേർ വരച്ചിരിക്കുന്ന പരിപാടിയാ. അത് ഒരു കണക്ക്. ഇനി വേറൊരു രസമുള്ള കണക്ക് ഈയിടെ ഒരുത്തി വന്നിരിക്കുക. അവര് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുക. 20,000 രൂപ വീടിന്റെ വാടക. 10 താൻ വെക്കും, 10 ഞാൻ വെക്കും. ഗ്രോസറി പച്ചക്കറി എല്ലാം കൊണ്ട് ഒരു 10-18 രൂപ ആവും. 9 താൻ വെക്കും, ബാക്കി 9 ഞാൻ വെക്കും. ഇവരെല്ലാം ഇങ്ങനെ എന്നിട്ട് പറഞ്ഞ ഈക്വാലിറ്റിയാണ്. ഇതെന്തൊരു ഈക്വാലിറ്റി? ഇതല്ല ഈക്വാലിറ്റി, മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് ഈക്വാലിറ്റി. മനസ്സിലായില്ല? എന്നതുവരെ പിടിച്ചു കെട്ടിയിട്ടിട്ടില്ല, വീട്ടിൽ തുറന്നു വിട്ടിരിക്കുക. എവിടെ പോകുന്നതെന്ന് മാത്രം വീട്ടിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. എന്നോടൊരിക്കലും പോകണ്ട എന്ന് പറയാറില്ല. അല്ല, എവിടെ പോകുന്നത്? എനിക്കിപ്പോൾ ഒരു പ്രോഗ്രാം വരികയാണ്, ദുബായിൽ നിന്ന്. ഇപ്പം എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു. അത് വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ട് അനുവാദം വാങ്ങി സമ്മതിക്കുന്ന പരിപാടി എനിക്കില്ല. എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, തനിക്ക് തൻ്റെ കരിയറിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആരോടും ചോദിക്കണ്ട, പറഞ്ഞാ മതി. അതെ, അടുത്ത മാസം 15-ാം തീയതി ഐ എം ഗോയിങ് ടു ദുബായ് ഫോർ എ പ്രോഗ്രാം. അത്ര പറയണം, അത്രേ ഉള്ളൂ. ഒരിടത്തും എന്നെ പിടിച്ചു കെട്ടിയിട്ടിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വാലിറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു.
അതാണ് ഈക്വാലിറ്റി. അല്ലാതെ അയാൾ രാവിലെ എഴുന്നേറ്റ് ചായ ഇടുന്നത് ഈക്വാലിറ്റി ആണോ? അയാൾ പാത്രം കഴുകുന്നത് ഈക്വാലിറ്റി ആണോ? ഏയ്, അങ്ങനെ കയറായിരിക്കുന്നത് എനിക്കിഷ്ടം. മുഴുവൻ കുളവാക്കും. ഒരു ചായ ഇടാൻ കയറി എത്ര പാത്രം അറിയാം? 8 പാത്രമൊക്കെ വരും. പാലെടുക്കുന്ന പാത്രം, പാൽ അളക്കുന്ന പാത്രം, പാൽ അടുപ്പ വെക്കുന്നത്, പിന്നെ ഇതിനകത്ത് ഇടുന്ന സ്പൂൺ എത്രയാണ്? പഞ്ചസാരക്കകത്ത് ഇടുന്നത്, തേയിലക്കകത്ത്. അവസാനം എനിക്ക് ഒരു അരടസം പാത്രം കഴുകാൻ വേണം. അതിലിപ്പോ എനിക്ക് 2 മതി. എനിക്ക് ഒരു പ്രയാസമില്ല, എനിക്ക് വേഗം ഇടാം. ആകെ ഒരു സോസ്പാന് ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ അരിക്കാൻ ഒരു അരിപ്പ ഉണ്ടെങ്കിൽ ഞാൻ ചായ ഇടും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈക്വാലിറ്റി എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്. പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഭാഗം പുരുഷന്റെ മേലുള്ള ആധിപത്യമോ അല്ലെങ്കിൽ അടിച്ചമർത്തലോ, സ്ത്രീയുടെ മേലുള്ള അടിച്ചമർത്തലോ അല്ലാതെ മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, ബഹുമാനിക്കുകയാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീയുടെയും പുരുഷന്റെയും ആ ഭാവങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ തലച്ചോറ് 80,000 ഞരമ്പുകൾ ഇങ്ങനെ അടുങ്ങിയിരിക്കുന്നതാ, 80,000 നെർവ് സെൽസ്. ഇതിനെ 2 ഹെമിസ്ഫിയർ ആയിട്ട് തിരിക്കാം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ആണുങ്ങളില് ഏറ്റവും കൂടുതൽ പ്രൊമിനന്റ് ആയിരിക്കുന്നത് ഇവരുടെ തലച്ചോറിന്റെ ഇടതുവശമാണ്. ഇതൊന്നും മറക്കല്ലേ കേട്ടോ. ആണുങ്ങളുടെ പറഞ്ഞോ, തലച്ചോറിന്റെ ഇടതുവശമാണ് കൂടുതൽ പ്രൊമിനന്റ് ആയിരിക്കുന്നത്. നമ്മുടെ വലതുവശം, ഇടതുവശം ബുദ്ധിയുടെ സീറ്റാ, വലതുവശം വികാരത്തിന്റെ സീറ്റാ. നമ്മൾ പൊതുവെ വികാരജീവികളാണ്. ആണുങ്ങൾ ലോജിക്കായി ചിന്തിക്കുന്നു, ബുദ്ധിപരമായി ചിന്തിക്കുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിന് സുഖമില്ല, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഭാര്യയും ഭർത്താവ് ഒരുപോലാണ് ഈ കൊച്ചിനെ ശുശ്രൂഷിക്കുക? അല്ല. എത്ര ദിവസം വേണമെങ്കിലും ഈ കുഞ്ഞിന്റെ അടുത്ത് ഉണ്ണാതെ ഉറങ്ങാതെ സർവ്വദൈവങ്ങളെയും വിളിച്ചിരിക്കാൻ ഒരാൾക്കാവും. അമ്മയ്ക്ക്. അപ്പനോ ഉണ്ണുകയും ചെയ്യും, ഉറങ്ങുകയും ചെയ്യും, ജോലിക്ക് പോവുകയും ചെയ്യും. പോയിട്ട് വരുന്നു, വീട്ടിൽ വന്നു, കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി വയറ് കാരണം വീട്ടിലൊന്നും ഇല്ല, അതുകൊണ്ട് വയറ് നിറയെ ആഹാരം കഴിക്കുന്നു. കഴിക്കുന്ന ഇടയ്ക്ക് ഓർക്കുന്നു, പാവം അവളും എല്ലാം കഴിച്ചിട്ടുണ്ടാവുമോ? കഴിച്ചാലും ശരി, അവൾക്ക് 2 ചപ്പാത്തി മേടിച്ചേക്കാം. 2 ചപ്പാത്തി ഒരു പാഴ്സലൊക്കെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. വന്ന ഉടനെ ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു ഈ കുഞ്ഞിന് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല, 102, 103 ടെമ്പറേച്ചർ കാണിക്കുന്നു. ചേട്ടായി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? അല്ല, ഇത് വല്ല ന്യൂമോണിയ വല്ലോ ആണോന്നാ എൻ്റെ പേടി. ഓഹോ, അതിനിടെ പോയി ഡോക്ടറേറ്റും എടുത്തോ? ഇത് ന്യൂമോണിയായും ഒന്നും അല്ല. രാവിലെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ആ ഡോക്ടറെ കണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഇതൊരു ഇൻഫ്ലുവൻസയാണ്, വൈറൽ ഫീവർ ആണ്. പക്ഷേ ബ്ലഡിന്റെ റിസൾട്ട് വന്നിട്ട് അത്രേ. ഡോക്ടർ പറഞ്ഞു, രാവിലെ ബ്ലഡിന്റെ റിസൾട്ട് ഒന്ന് കാണട്ടെ, എന്നിട്ട് വേണം ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ. 2 ദിവസം ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ കൊച്ചിന്റെ കാര്യം ശരിയാവുന്നു ഡോക്ടർ പറഞ്ഞല്ലോ. തന്നൊല്ലം കഴിച്ചോ? ഇത്ര നേരമായിട്ട് ഒന്നും കഴിച്ചില്ല. എനിക്കിത് കേൾക്കുമ്പോഴും അരിശം വരുന്നത്. താൻ ആഹാരം കഴിക്കാതിരുന്ന കൊച്ചിന്റെ അസുഖം പോവോ? അല്ല, ഏതെങ്കിലും പെണ്ണുങ്ങൾ ആഹാരം കഴിക്കാതിരുന്ന കൊച്ചിന്റെ അസുഖം പോവുമെങ്കിൽ ആശുപത്രിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഏതെങ്കിലും അപ്പൻ ആഹാരം കഴിച്ച് കൊച്ചു ചത്തുപോയിട്ടുണ്ടോ? കൊച്ചിന് പനിയായിരുന്നു, അപ്പനൊരു ബിരിയാണി തിന്നു, കൊച്ചു ചത്തു. ചെങ്ങന്നൂര്, കോട്ടയത്ത് ഇല്ല. ആഹാരം അസുഖമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ സ്ത്രീക്കാവില്ല. ഒരു കരയുന്നവരാ സ്ത്രീകള്. അല്ലേ? മരിച്ച കാര്യം പറയുന്നില്ല, പോട്ടെ. ഒരു കല്യാണത്തിന് പോയാല് നമ്മൾ ഇവർ ഒരുപോലാണോ? ആണുങ്ങള്, നിങ്ങൾ ആണുങ്ങളുടെ കൂടെ കല്യാണത്തിന് പോയിട്ടില്ലേ? ഓ, ഞാൻ ഈയിടെ കല്യാണത്തിന് പോയി. ഒരാൾ കൂടെ പോയത് എറണാകുളത്തായിരുന്നു കല്യാണം. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ലേറ്റായിട്ട് ഇറങ്ങുന്നു, അങ്ങേരുടെ ജോലിയിൽ നിന്ന് ലേറ്റായിട്ട് ഇറങ്ങി. ഞങ്ങൾ രണ്ടും കൂടെ പടപടാന്ന് പെട്ടെന്ന് സാരിയൊക്കെ മാറി പോവുക. എറണാകുളത്തെ എടപ്പള്ളി ഒരു പള്ളിയിലാണ് പരിപാടി. അങ്ങനെ ഞങ്ങൾ പാഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്ക് കല്യാണം തീർന്നു. എല്ലാ പരിപാടി കഴിഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, കഴിഞ്ഞെന്ന് തോന്നുന്നു, കുഴപ്പമില്ല, നീ പെട്ടെന്ന് അങ്ങോട്ട് കയറിക്കോ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ വണ്ടി പാർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കല്യാണം ഞാൻ അവരോട് കണ്ടവരോടെല്ലാം, ആൻറ്റി എത്ര നാളായി കണ്ടിട്ട്, അയ്യോ ഞാൻ ഓടി വന്ന നിങ്ങളെയൊക്കെ കാണാം. ഞാനിങ്ങനെ ഓടി നമ്മൾ എല്ലാവരോടും വർത്താനം പറയുന്നുണ്ട്, അതിനിടയ്ക്ക് പെണ്ണെ കാണുന്നുണ്ട്, എല്ലാവരോടും വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഈ മനുഷ്യനെ പിന്നെ ഈ 10-73 വയസ്സായ മനുഷ്യനെ കയ്യെ പിടിച്ചു നടക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഉണ്ടോ? അതെവിടെയെങ്കിലും കാണുമെന്ന് ഞാൻ ഓർത്തു. അതവിടെയൊക്കെ കാണുമെന്ന് ഞാൻ ഓർത്തു, നോക്കാനേ പോയില്ല. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ്
ആഹാരം എല്ലാം കഴിക്കുന്നത് ഞാൻ വേറെ എൻ്റെ കൂടെ ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്, അവരുടെ ഒക്കെ കൂടി ഇരുന്ന് ആഘോഷിച്ചിട്ട് ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞ് പോരാറായപ്പോഴത്തേക്ക് ഞാൻ തപ്പി, കാണുന്നില്ല. അപ്പൊ ഞാൻ വെളിയിൽ വന്നപ്പോ ഉണ്ടല്ലോ വേറൊരാളുമായിട്ട് വർത്താനം പറഞ്ഞ ഒരു കാറ ചാരി ഇങ്ങനെ നിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോകാം. പോയേക്കാം. കഴിച്ചായിരുന്നോ? കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കാറിൽ ഇങ്ങനെ പോരുവാണ്. പോരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, എന്ത് ഭംഗിയായിരുന്നു ആ കുട്ടീനെ കാണാൻ. ഏത് കുട്ടി? ഏത് കുട്ടി? അപ്പൊ ഞാൻ ചോദിച്ചു, ഏത് കുട്ടി ആയിരിക്കും? ഉടനെ എന്നോട് ചോദിക്കാം, കല്യാണ പെണ്ണാണോ ഉദ്ദേശിച്ചത്? എന്നാ അങ്ങനെ പറയണ്ടേ, കല്യാണ പെണ്ണെ. ഞാൻ പറഞ്ഞു, കുട്ടി എന്ന് പറഞ്ഞാൽ അത് കൊച്ചല്ലേ. അന്നേരം എന്നോട് പറഞ്ഞു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഈ പുള്ളി പറയുക. ഞാൻ പറഞ്ഞു, പുള്ളി ഉടനെ പറയുക, നല്ല സാരിയായിരുന്നു. അതിന് ആ കൊച്ചു സാരി അല്ലല്ലോ കൊടുത്തിരു. ഉടനെ എന്നോട് ചോദിച്ചു, പിന്നെ എന്നെ പാവടം വിളിച്ചു. എന്റെ പോലും ആ കൊച്ചിട്ടിരുന്ന ഗൗണാണ്. ഗൗണോ? ഞാൻ കണ്ടില്ലത്. ഈ മനുഷ്യൻ കണ്ടില്ല. ഈ മനുഷ്യൻ പള്ളിക്കകത്ത് കയറിയില്ല, ഈ മനുഷ്യൻ ഓളിനകത്ത് കയറിയില്ല, ഈ മനുഷ്യൻ ആരും കണ്ടുമില്ല. ആ പുറത്തെങ്ങാണ്ട് 2-3 ആണുങ്ങളോട് വർത്താനം പറഞ്ഞ് ആ ബൊഫേ ഉണ്ടായിരുന്നു കഴിച്ചേച്ച് അവിടെ നിൽക്കുക, എന്നെ നോക്കി. ഈ മനുഷ്യനെ ഞാൻ കല്യാണത്തിന് കൊണ്ടുപോയത്. അതേസമയം അവിടെ വന്നിടത്തോളം ആൾക്കാരെ ഞാൻ കണ്ടു. ഞങ്ങളങ്ങനെ അല്ലേ, നമ്മളെല്ലാം കാണത്തില്ലേ? സ്ത്രീയുടെ കുഴപ്പം എന്നാന്നറിയോ? വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഞങ്ങൾ കാണും. അതാണ് ഞങ്ങളുടെ കുഴപ്പം. സ്ത്രീ വികാരജീവിയാണ്, വൈകാരികതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. പുരുഷൻ വിവേകപതിയാണ്, ലോജിക്കായിട്ടാണ് ചിന്തിക്കുക, കാര്യകാരണ സഹിതം ചിന്തിക്കുന്നു. പുരുഷൻ വളരെ വിശാലമായ ഒരു മനസ്സിന്റെ ഉടമയാണ്. നിങ്ങൾ സ്റ്റേഡിയം കണ്ടിട്ടുണ്ടോ? ചെങ്ങന്നൂരുകാര് ഉണ്ടല്ലേ? തിരുവല്ലയിലെ സ്റ്റേഡിയോ അല്ലെ? എവിടുത്തെയോ? കോട്ടയത്തെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടല്ലോ നെഹ്റു സ്റ്റേഡിയം ഇല്ലേ? പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആണുങ്ങളുടെ മനസ്സിന് ഒരു സ്റ്റേഡിയത്തിന്റെ അത്ര വലിപ്പം. ഇനി ആണുങ്ങളുടെ മനസ്സറിയാൻ മേലേ എന്ന് പറയരുത്. ചില എന്നോട് ഇത്രയും നാൾ ജീവിച്ചിട്ട് ഇയാളുടെ മനസ്സെനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം മനസ്സിലാക്കിക്കോണം. എങ്ങനെ ഇരിക്കും? ഇപ്പം മനസ്സിലായി. സ്റ്റേഡിയം പോലെ ഇരിക്കും. വളരെ വിശാലമായ മനസ്സ്. അതിന്റെ ഒരു സൈഡിലായിട്ട് ഒരു 25 ചൂരലിന്റെ കസേര പിടിച്ചിട്. വേഗം ഇട്. 25 വേഗം ഇട്. ചൂരല് സാധാരണ ഇത്രയും ഒടുക്ക് കസേരയല്ലെന്ന്, 25 ചൂര കസേര. വേഗം ഇട്ടോ. അതിലിവരുടെ അച്ഛൻ, അമ്മ, പെങ്ങൾ, അളിയൻ, ചേട്ടൻ, ചേച്ചി, പിള്ളേര്, കൂട്ടുകാര്, നാട്ടുകാര്, ഭാര്യ എല്ലാരും നിരത്തി ഇരുത്തിയിട്ട് അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇട. പിന്നെ ഇവരുടെ മനസ്സിൽ ബാക്കി. അത്ര വിശാല ഇവരുടെ മനസ്സ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ആണുങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്നാന്നറിയാവോ? ഞങ്ങളുടെ മനസ്സിനൊട്ടിടയില്ല, ഒട്ടിടയില്ല. ചൂരക്കസേര കേറത്തില്ല. അതിന്റെ ചെറിയ ഇത്ര കസേര ഇടാം കേട്ടോ. 2 എണ്ണം. നിങ്ങൾ ഇരിക്കുന്ന കസേരയില് 2 എണ്ണം തള്ളി കേറ്റണം, ഇടാം. അതിൽ ഒരെണ്ണത്തെ ഞങ്ങൾ നിങ്ങളെ ഇരുത്തും, നിങ്ങളെ. പിന്നെ മറ്റത്തെ നമ്മുടെ പിള്ളേരെ ഇരുത്തും. 2 എണ്ണത്തെ കൂടെ ഒരെണ്ണത്തെ വെക്കും. പിന്നെ ഇതിന്റെ കീഴേ സൈഡിലായിട്ട് കുറച്ച് സ്ഥലം കണ്ടോ? അവിടെ ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ ചേച്ചി, ഞങ്ങളുടെ ചേട്ടൻ, ഞങ്ങളുടെ ആങ്ങള, നാത്തൂനെ ഇരുത്തത്തില്ല. അതിനുള്ള ഇട അതിനകത്തില്ല. സംഭവം മനസ്സിലായോ? ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളവരെ വെക്കും. നീ ഇതിനകത്ത് നിങ്ങളുടെ തള്ളേ നന്ദി എവിടെ കൊണ്ട് വെക്കും? ഇത് എത്ര പറഞ്ഞാലും ആണുങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആണുങ്ങൾ എന്നിട്ട് നമ്മളെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നറിയോ? നമുക്ക് കുശുമ്പ്, കുഞ്ഞഴിമ, നമുക്ക് സ്വാർത്ഥത നമുക്കുണ്ടോ? ഉണ്ടോ? ഉണ്ട്. സ്ത്രീ പൊസസീവാണ്. ഈ കണ്ണുകൾ എന്നെ മാത്രം നോക്കാനുള്ളതാണ്. ഈ ചിരി എനിക്ക് മാത്രം എന്നതായിരുന്നു? തള്ളേ മോനും കൂടെ കുച്ചു 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 പെറ്റ തള്ളെ പോലും വിടത്തില്ല. സത്യം, ഈ സ്ത്രീകൾ എവിടുന്ന ഇതൊക്കെ പഠിക്കുന്നത്? പിള്ളേരെയും കൂടെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ് കുറെ എണ്ണ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിന് തള്ളേ നന്നേ വേണ്ട. ഈ കൊച്ചു കേരളത്തിൽ വൃദ്ധമന്ദിരങ്ങളുടെ എണ്ണം കൂടുന്നു. 712 രജിസ്റ്റർ ചെയ്ത വൃദ്ധമന്ദിരങ്ങൾ കേരളത്തിലുണ്ട്. വൃദ്ധമന്ദിരം എന്ന് പറയുന്ന അനാഥാലയമല്ല, അങ്ങനെ വിചാരിക്കരുത്. ആരോരും ഇല്ലാത്തവരെ കൊണ്ടാക്കുന്ന സ്ഥലമല്ലിത്. വൃദ്ധമന്ദിരം എന്ന് പറയുന്നത് മാതാപിതാ സ്ഥലമാണ്. മക്കള് ഉപേക്ഷിച്ചുകൊണ്ടാക്കുന്ന സ്ഥലമാണ്. ഈ കേരളത്തില്
712 വൃദ്ധമന്ദിരങ്ങളുണ്ടെന്നാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ടെന്നാണ് ഒരു കണക്ക്. ഞാൻ കോട്ടയം കലക്ടറേറ്റിൽ ഒരാളുടെ കയ്യിൽ നിന്ന് എടുത്തൊരു കണക്കാണ്. പക്ഷേ വൃദ്ധമന്ദിരം ഇല്ലാത്തൊരു സ്ഥലമുണ്ട് ലോകത്തില്. നിങ്ങളുടെ അറിവിന് വേണ്ടി നിങ്ങൾ പഠിക്കാൻ വന്നവരില്ലേ? അപ്പോൾ അത് ഏതാണെന്നറിയോ? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിൽ വൃദ്ധമന്ദിരങ്ങളില്ല. ഈ ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധമന്ദിരം ഉള്ളത് കേരളത്തിലാണ്. കാരണം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളവരെവിടെ? അതാ സൗകര്യമുള്ളത് നമുക്കാ. അതുകൊണ്ട് ഞാൻ ഈ അടുത്ത നാളില് ഒരു വൃദ്ധദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ ഒരു വൃദ്ധ മന്ദിരത്തിൽ പോകേണ്ടി വന്നു. അവിടെ ഒരു 35 അമ്മച്ചിമാര് ഉണ്ട്. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരാളാണ് അതിൻ്റെ ഡയറക്ടർ, ഒരു കന്യാസ്ത്രീ. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ദിവസം മുഴുവൻ നിന്നെ ഞങ്ങൾക്ക് വേണം. രാവിലെ ഞങ്ങളുടെ അമ്മച്ചിമാർക്ക് കസരകളി, മുട്ടായി പെറുക്ക തുടങ്ങിയ മത്സരങ്ങൾ, ഉച്ചയ്ക്ക് സദ്യ, പായസമൊക്കെ കൂട്ടി നിനക്ക് ഇഷ്ടമുള്ള സദ്യ, വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് പൊതുസമ്മേളനം, അതില് തിരുവഞ്ചൂരാണ് ചീഫ് ഗസ്റ്റ്. അത് കഴിഞ്ഞ് സമ്മാനദാനം വരെ നീ വേണം ചെയ്യാൻ. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ അവിടെ ഉണ്ടാവണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പോയി അമ്മച്ചിമാരുടെ കൂടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ കൂടി ഉച്ചയ്ക്ക് ഉണ്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി എങ്ങനാ ഇവിടെ വന്ന് പറ്റിയത്? അപ്പൊ എന്നോട് പറഞ്ഞു, അത് ഞാൻ ചത്തപ്പം അവന്മാര് കൊണ്ടാക്കിയതാ. ഏതവന്മാര്? എന്റെ മക്കള്, അല്ലാണ്ട് ആരാടി? എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ടായിട്ട് ഒരെണ്ണം പോലും ഇവരെ നോക്കുന്നില്ലെങ്കിൽ ഇവരുടെ കയ്യിലിരിപ്പ് ഒട്ടും ശരിയല്ലെന്ന് എനിക്ക് തോന്നിയല്ലേ. ഒരെണ്ണെങ്കിലും നോക്കില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, പിള്ളേരൊക്കെ എവിടാ? പിള്ളേരൊക്കെ കാലിഫോർണിയ, ഹൂസ്റ്റൺ, ന്യൂയോർക്ക്. നമ്മൾ ഇതൊക്കെ അമേരിക്കയിലല്ലേ? കുറച്ചെണ്ണം അമേരിക്കയില്. വേറെ വല്ലയിടത്തും ഉണ്ടോ? ഓൾറെഡി ഡബ്ലിൻ, അത് അയർലൻഡാ. സിഡ്നി, അത് ഓസ്ട്രേലിയയാ. ദുബായിലുണ്ടോ? ഉണ്ട്. അപ്പൊ എല്ലാ രാജ്യങ്ങളിലായിട്ട് ഇവര് ചെതറി കിടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്ത് ഭാഗ്യവതിയാ. അമ്മച്ചി ഒരു കാര്യം ചെയ്യണം, ഇവിടുന്ന് കാലിഫോർണിയക്ക് പോകണം, കാലിഫോർണിയയിൽ നിന്ന് ന്യൂയോർക്കിൽ പോകണം, ന്യൂയോർക്കിൽ നിന്ന് ഹൂസ്റ്റണിൽ പോകണം, അവിടുന്ന് അയർലൻഡിന് പോകണം, ഇങ്ങനെ ജീവിച്ചാ പോരെ? ഭയങ്കര രസമല്ലേ? അന്നേരം പറഞ്ഞു, എനിക്ക് പറ്റില്ല മോളെ, എനിക്കതൊന്നും പറ്റില്ല. കാരണം എന്നാന്നറിയാവോ? അവന്മാർക്കെല്ലാം നല്ല ജോലിയാണ്. ഡോക്ടർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് എല്ലാവാ. അവളുമാരും വലിയ പുള്ളികളാണ്. എല്ലാത്തിനും ഓരോ മുറി പിള്ളേരെയോ അതുങ്ങളും വലിയ വലിയ പരീക്ഷയ്ക്ക് പഠിക്കുക. അപ്പൊ ഞാൻ ഈ 10-35 നിലയുടെ മണ്ടയിൽ താഴോട്ട് നോക്കി സോപ്പ് കൂട്ടി പോലെ കാറ് പോകുന്നതും കണ്ട് എനിക്ക് പറ്റില്ല. എനിക്ക് തല കറങ്ങി നെല്ലിൽ കൂടെ നോക്കിയാൽ. അതുകൊണ്ട് ഞാൻ ഒന്ന് പോയിട്ട് നിർത്തിയതാ. അപ്പൊ ഞാൻ ചോദിച്ചു, വരാറുണ്ടോ? ആണ്ടിലൊരെണ്ണം കുടുംബസമേതം വരും. എന്നിട്ട് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി ഇവിടെ കയറി എന്നെ കൂട്ടി കോട്ടയത്തിനടുത്തൊരു സ്ഥലത്ത് ഒരു വീടുണ്ട്, 50 സെന്റ് സ്ഥലമുണ്ട്. അവിടെ ഒരാളെ നോക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അയാൾ വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ അവിടെ വന്ന് ഈ പിള്ളേരുടെ അവധി തീരുന്നിടം വരെ അവിടെ താമസിക്കും. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വീണ്ടും നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവർ കയറുന്ന, അപ്പൊ ഇവിടെ ആക്കിയിട്ട് പോകും. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ ഉള്ളിൽ സന്തോഷമുണ്ടോ? ഏതൊരമ്മയ്ക്കാ മോളെ ഈ അവസ്ഥയിൽ സന്തോഷിക്കാൻ പറ്റുക? ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട് മോളെ, ഞാൻ പ്രസവിച്ചതിൽ ഒരെണ്ണമെങ്കിലും വൈകല്യങ്ങളുള്ളവനായിരുന്നുവെങ്കിൽ, ഞാൻ പ്രസവിച്ചതിൽ ഒരെണ്ണമെങ്കിലും ബുദ്ധിയില്ലാത്തവനായിരുന്നുവെങ്കിൽ എനിക്കിന്ന് അവൻ്റെ കൂടെ കഴിയാമായിരുന്നു. 8 കേമന്മാരെ പ്രസവിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. എന്നിട്ട് അമ്മച്ചിനോട് ചോദിച്ചു, നിനക്ക് പിള്ളേരുണ്ടോ? കല്യാണം കഴിച്ചല്ലേ? കല്യാണം കഴിച്ച പിള്ളേരുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, 2 ആൺപിള്ളേരാ. എങ്കിലും എൻ്റെ മോള് നേരത്തെ ഇവിടെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. നല്ല സ്ഥലവാ. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇച്ചിരൂടെ കഴിയട്ടെ, ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോവുകയാണ്. അപ്പൊ എനിക്കെന്തോ ഈ അമ്മച്ചിയോട് വല്ലാത്തൊരു പ്രേമം. ഇപ്പൊ നിനക്ക് എന്നോടൊരു ഇഷ്ടമില്ലേ? അതുപോലെ അത്രേ ഉള്ളൂ. എനിക്ക് ഇവരോട് വല്ലാത്ത ഒരു ഇഷ്ടം തുടങ്ങി. ഞാൻ പതുക്കെ ഊണൊക്കെ കഴിഞ്ഞ് ഇവരുടെ കൂടെ ഇവരുടെ മുറിയിൽ പോയി. ഇവരുടെ മുറിയിലെ മേശപ്പുറത്ത് ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു തുടങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങൾ, അവരുടെ ഇതില് അലമാരയില് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, പാതി വായിച്ച ഒരു വലിയ പുസ്തകം പാതി മടക്കിയ രീതിയിൽ മേശപ്പുറത്ത്. അപ്പൊ ഞാൻ പതുക്കെ ചോദിച്ചു, സാധാരണക്കാരി അല്ല അല്ലേ? നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചത്? ഞാൻ പഴയ MSc B.Ed ആടി, കെമിസ്ട്രി ഞാൻ കോളേജിൽ പഠിപ്പിച്ചോണ്ടിരുന്നാടി. പിന്നെ ഈ ഉദ്യോഗസ്ഥന് എപ്പോഴും
അങ്ങനെ ഇപ്പൊ എന്റെ കോളേജ് ജോലിയൊക്കെ ഞാൻ വിട്ട് പിള്ളേരെ നോക്കാൻ വേണ്ടി ഇയാളുടെ കൂടെ പെട്ടിമ്പ്രമാണ് അടുത്തുള്ള യാത്രക്കിടയിൽ അത് ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ പിള്ളേരെയൊക്കെ നന്നായി വളർത്തി. ഞാൻ അതുകൊണ്ട് തന്നെ ധാരാളം വായിക്കാൻ തുടങ്ങി. അമ്മച്ചി പോയി 2 പുസ്തകം എടുത്ത് അമ്മച്ചിയുടെ കയ്യൊപ്പിട്ട് എനിക്ക് തന്നിട്ട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് നിന്റെയിലിരിക്കട്ടെ, ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതാ, ഇതിപ്പോ കിട്ടത്തില്ല, പഴയ പുസ്തകമാണ്, പക്ഷെ നല്ല പുസ്തകമാണ്. അങ്ങനെ അമ്മച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് പുസ്തകമൊക്കെ തന്നു. അമ്മച്ചിയോട് കുറച്ചു നേരം വർത്താനെല്ലാം പറഞ്ഞു. പോരാൻ നേരം ഞാൻ പറഞ്ഞു, നമുക്കിനി വീണ്ടും കാണണം. മോളെ, നീ കള്ളം പറയല്ലേടി, ഈ പടി കടന്ന് വന്നവരാരും പിന്നീട് ഇവിടെ വരാറില്ല. വരുന്നവരൊക്കെ ആരുടെയും പിറന്നാൾ ആഘോഷിക്കാനോ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനോ മരിച്ചതിൻ്റെ ഓർമ്മ ദിവസത്തിനോ ഒക്കെ കുറേ സാധനങ്ങളും ഫുഡും കേക്കും പായസവും ഒക്കെ ആയിട്ട് വരും. ഞങ്ങളെപ്പോലുള്ള പ്രായം ചെന്നവർക്ക് ഇതൊക്കെ വിളമ്പിയിട്ട് അവർ പോകും, പിന്നീട് ആരും വരാറില്ല. ഈ വാർഷികത്തിനും ഇതുപോലെ ആരൊക്കെയോ വന്നു, ഇവരിനി വരില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീയും വരില്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിന്നോടെന്തോ എനിക്കൊരു ഇഷ്ടം. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ വിളിക്കാം. ഞാൻ അവിടുന്ന് പോന്നു. ഞാൻ കൃത്യമായിട്ട് അമ്മച്ചിയെ വിളിക്കാൻ തുടങ്ങി. ഞാൻ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ സിസ്റ്ററിനോട് പറയും, എന്തോ അവള് തിരക്കാന്നാ തോന്നുന്നേ, അവൾ എന്നെ വിളിച്ചില്ല. അപ്പൊ സിസ്റ്റർ ആരും അറിയാതെ എന്നെ വിളിക്കും, നീ ഒന്ന് വിളിച്ചേക്കണേ. അങ്ങനെ ഞാൻ വിളിക്കും, വർത്താനം പറയും, അവരെ സന്തോഷിപ്പിക്കും, കുറെ ചിരിപ്പിക്കും. ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചി, ആ കോട്ടയത്തെ വീടും ആ 50 സെന്റ് സ്ഥലവും എൻ്റെ പേരിൽ എഴുതി തരാമെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് ഞാൻ പൊന്നുപോലെ കൊണ്ടുവച്ചിരിക്കുന്നു നോക്കാനാ പറഞ്ഞത്. അപ്പൊ അമ്മച്ചി എന്നോട് പറഞ്ഞു, പൊടി എവിടുന്ന്? അത് എൻ്റെ ഇളയമോൻ ബാലുവിന്. ഞാൻ ചേച്ചി, ബാലു എവിടാ? അവനാടി ഹൂസ്റ്റണിലെ ഡോക്ടർ. തള്ള എവിടെ നിന്നോളാൻ പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ കഴുത്തിൽ ഒരു 5-6 വള, കഴുത്തിലൊരു വലിയ മാല, ഞാൻ കണ്ടത് ശരിയാണോ? സ്വർണം തന്നെയല്ലേ? അതെ. ലോക്കറി വേറെയുണ്ട്. എന്താ നീ ചോദിച്ചത്? അല്ല അമ്മച്ചി, എനിക്ക് വീട് പറമ്പേതായാലും അമ്മച്ചി തരികയല്ലോ, അത് ബാലുവിന് കൊടുത്തു. ആ വളയും ആ മാലയും എനിക്ക് തരാങ്കി സ്വർണത്തിനൊക്കെ എന്താ വില. ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് പൊന്നുപോലെ നോക്കാം. പൊടിയോടുന്ന അത് എൻ്റെ ഇളയ മോള് ബീനക്കെ. അവളെവിടാ? അവള് ദുബായിൽ. അവൾക്ക് 3 പെൺപിള്ളേരാടി. എന്നേലും കൊടുക്കണ്ടേ? തള്ള വെച്ചിരിക്കുക. തള്ള എവിടെ നിന്നോളാൻ പറഞ്ഞു. ഞാൻ മര്യാദയ്ക്ക് നല്ല കാര്യം പറഞ്ഞു, നിങ്ങൾ കേൾക്കത്തില്ല, നിങ്ങൾ അവിടെ നിന്നോളാൻ പറഞ്ഞു. ഈ അടുത്ത നാളില് അമ്മച്ചിക്ക് അസുഖം കൂടി. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ICUവില് അമ്മച്ചി അഡ്മിറ്റ് ചെയ്തു. അമ്മച്ചി സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കാണണം. സിസ്റ്റർ എന്നെ വിളിച്ചു, ഗ്രേസ് നീ സ്ഥലത്തുണ്ടോ? ഉണ്ട്. എനിക്കൊന്ന് വരാൻ പറ്റുമോ? പറ്റും. അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞപ്പോ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, മുദ്രപത്രം കൊണ്ടുവരേണ്ട കാര്യം? അല്ല, അങ്ങനെയൊക്കെയാണല്ലോ അതിന്റെ ഒരു. ഇല്ല, അങ്ങനല്ലേ, മുദ്രപത്രം വേണ്ടേ? അപ്പൊ സിസ്റ്ററിനോട്, പൊടി അവിടുന്ന്, മുദ്രപത്രം ഒന്നും വേണ്ട, നീ ഒന്ന് വന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ തമാശ പറയുന്ന കേട്ടോ, ചോദിക്കുന്നു. എന്തായാലും കൊള്ളാം, ഞാൻ അവിടെ ചെന്നു. ദേഷ്യം വന്നില്ല, എല്ലാം പ്രായമായി എന്നെ പോലെ. അല്ല, അതിന് പ്രായമാണ് കേട്ടോ, മാറേണ്ട സമയമായി. ഓക്കെ. അപ്പോഴാ ഞാൻ എന്താ പറയാ, ഞാൻ ചെന്നു, അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചു, ഉമ്മയെല്ലാം കൊടുത്തു. അമ്മച്ചിയോട് കുറെ നേരം ദൈവത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. മരിച്ചു കഴിഞ്ഞാല് സ്വർഗരാജ്യം ഉണ്ടെന്നും അമ്മച്ചി സ്വർഗത്തിൽ പോകുമെന്നും അമ്മച്ചിയെ ഞാൻ ധരിപ്പിക്കുക. കൂട്ടത്തിൽ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എനിക്കൊരു ഉപകാരം ചെയ്യുവോ? അമ്മച്ചി എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ പറയാൻ പോകുന്ന വേറൊന്നുമല്ല. അമ്മച്ചി സ്വർഗ കവാടങ്ങൾ കടന്ന് തമ്പുരാന്റെ തിരുമുഖം കണ്ട് കേറി 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 പോകുമ്പോഴാ അമ്മച്ചിക്ക് തമ്പുരാനോട് ഗ്രേസ് ലാൽ എന്നൊന്ന് പറയാവോ? അവൾ ഇതിലെ നടക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്നും അവിടെ മേലൊരു കണ്ണ് വേണമെന്നും ദൈവത്തോട് ഒന്ന് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാവോ? അമ്മച്ചി ഒന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു, അത്ര മതി. ഞാൻ അവിടുന്ന് പോന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് അമ്മച്ചി മരിച്ചു. അമ്മച്ചി മരിച്ചപ്പോ സിസ്റ്റർ എന്നെ വിളിച്ചു, നീ വരുവോ? ഞാൻ വരും.
ഞാന് കോട്ടയത്ത് തിരുനക്കര മൈതാനത്തിനടുത്ത് ഒരു പൂക്കടയുണ്ട്. ആരോ എന്നോട് പറഞ്ഞു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പൂക്കട. ഞാൻ അവിടെ ചെന്ന് അയാളോട് പറഞ്ഞു, ഇയാൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ഏറ്റവും വലിയൊരു പൂച്ചെണ്ണ എനിക്ക് ഉണ്ടാക്കി തരണം, വെള്ളപ്പൂക്കളായിരിക്കണം. അയാൾ എന്നെ നോക്കി അഹങ്കാരം പിടിച്ച തള്ള എവിടുന്നാ വരുന്നതെന്ന്. നമുക്ക് ചിലരുടെ നോട്ടം കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ. എന്നെ വിചാരിച്ചാലും ഒന്നും ഇല്ല, അയാൾ ഉണ്ടാക്കി തന്നു, പൈസ ഒന്നും എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഞാനിതുമായിട്ട് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നാ ഭയങ്കര സംഭവമായിരുന്നു അമ്മച്ചിയുടെ ശവടക്കെന്നറിയാം. കാരണം അമേരിക്കയിൽ ഇരുന്ന മക്കൾ അമേരിക്കയിൽ ഇരുന്ന് തന്നെ ഈവന്റ് മാനേജ്മെന്റുകാരെ കൊണ്ട് എല്ലാം റെഡിയാക്കിച്ചു. മനോഹരമായ പന്തൽ എല്ലായിടത്തും കുടിവെള്ളം ഇങ്ങനെ കുപ്പിക്കകത്ത് വെച്ചിരിക്കുന്നു, പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അമ്മച്ചി നല്ല സുന്ദരിയായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഞാന് മൊബൈൽ മോർച്ചറിയിലാണ്, ഞാൻ ഒന്നുകൂടെ നോക്കി ആ അമ്മച്ചി തന്നെയാണോ ഈ അമ്മച്ചി എന്നൊരു സംശയം കൊണ്ട് ഞാൻ സിസ്റ്ററിനെ നോക്കി. കാരണം ഇവര് ഭയങ്കര സുന്ദരിയായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, എടി ഇതല്ലേ ഈവന്റ് മാനേജ്മെന്റ്. അതെനിക്ക് മനസ്സിലായി, തള്ളയുടെ കാര്യം. അപ്പൊ എന്നോട് പറഞ്ഞു അവരെ കോട്ടയത്തെ ഏറ്റവും നല്ല ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഒരുക്കി കിടത്തിയതാന്ന് പറഞ്ഞു. എനിക്ക് നല്ല സുന്ദരിയായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ നമ്പറൊന്നും വേണമായിരുന്നു. തരാന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചോണ്ടാ പോന്നേ. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ 2 മരുമക്കളെ എൻ്റെ ഇടത്തും വലുത്തുമായിട്ട് ഇരുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. അവര് ചോദിച്ചു അമ്മയ്ക്ക് എന്നാ പറ്റി? അമ്മയ്ക്ക് ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല, പക്ഷെ താമസിയാതെ പറ്റും. അമ്മച്ചി അമ്മ എന്നാ പറ്റും? അമ്മ മരിക്കും. അവര് രണ്ടുപേരും സന്തോഷത്തോടെ എപ്പം മരുമക്കളല്ലേ. ഞാൻ പറഞ്ഞു മക്കളെ അത് മാത്രം അറിയത്തില്ല, ഏതായാലും സംഭവിക്കും. മക്കളൊരു കാര്യം ചെയ്യണം, ഞാനൊരു ബ്യൂട്ടീഷ്യന്റെ നമ്പർ തരാം. അമ്മ മരിച്ചു കഴിയുമ്പോൾ മെണാ കൊണാന്നൊന്നും അമ്മയെ കിടത്തരുത്. അമ്മേനെ നല്ല ഭംഗിയില് ഒരുക്കി അവരേറ്റു. അവര് റെഡിയാക്കിക്കോളാന്ന് പറഞ്ഞു. എന്നിട്ട് ഈയിടെ ഇപ്പൊ ചോദിക്കുന്നുണ്ട് സമയമായോ. ഞാൻ പറഞ്ഞു ഇല്ല സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്നറിയോ, ആർക്കാരോടാ ഇവിടെ ഇഷ്ടം, ആർക്കാരോടാ ഇവിടെ സ്നേഹം, എന്തൊക്കെ ഭ്രാന്തുകളാ ഞാൻ കാണുന്നത്. ഞാൻ ഈയിടെ എൻ്റെ ക്ലിനിക്ക് കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ്. ക്ലിനിക്കിൽ നിന്ന് ഞാൻ ലേറ്റായിട്ട് ഇറങ്ങി ഒരു ദിവസം. ഞാൻ വീട്ടിലേക്ക് വരാനായിട്ട് ഇതുപോലെ ഡ്രൈവർ വണ്ടി എടുത്ത് ഇങ്ങനെ വളഞ്ഞു വരുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു. അവളൊരു ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. പെട്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു, വണ്ടി ഒന്ന് പുറകോട്ടെടുക്കുക. ആ കുട്ടിയല്ലേ നിൽക്കുന്ന, അവളെ ഈ രാത്രിയിൽ ബസ് നോക്കി നിൽക്കുവാന്നാ തോന്നുന്നേ, നമുക്ക് പോകുന്ന വഴിക്ക് അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാം, ഇരുട്ട് രാത്രിയല്ലേ. അപ്പൊ ഞാൻ അവളെ കയറ്റി കാറിൽ കയറ്റിയിട്ട് ഞാൻ ചോദിച്ചു, മോളെന്നാ താമസിച്ചത്? ആന്റി ഇന്ന് നല്ല വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു കല്യാണ സീസൺ, അന്നേരം നോയമ്പിന്റെ സമയം, കല്യാണ സീസൺ ഒന്നും അല്ലല്ലോ. അവർ അതല്ല ആന്റി, ആന്റിക്ക് അറിയാവുന്നത് ഇന്ന വീട്ടിലെ ഇന്ന ഒരു അപ്പച്ചനില്ലേ. ഞാൻ പറഞ്ഞ എനിക്കറിയാം ആ വീട്ടിലെ അല്ലേ. ആ അപ്പച്ചന്റെ മരുമക്കളാ ഇപ്പൊ വന്നത്. കാരണം അപ്പച്ചൻ ICUവിൽ മരിക്കാറായി കിടക്ക, ഇന്നൊന്നാളെയോ മരിക്കും. അപ്പൊ ശവോടൊക്കെ 2 ദിവസത്തിനകം ഉണ്ടല്ലോ. അപ്പൊ അതിന് ഒരുങ്ങാൻ വേണ്ടി മരുമക്കള് ഡൈ ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനും ഡൈ ചെയ്യാനായിട്ട് മരുമക്കള് വന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരി. ഉടനെ അവൾ എന്നോട് പറഞ്ഞു, ആന്റി ഇപ്പൊ എല്ലാം ലൈവ് അല്ലേ എന്ന്. സംഭവം പിടികിട്ടിയോ? എന്തൊരു പേക്കൂത്തുകളല്ലേ, എന്നാ പേക്കൂത്തുകളാ ഇവിടെ നടക്കുന്നേ. ആർക്കാരോടാ ഇവിടെ ഇഷ്ടം പറ. നിങ്ങളും ഞാനുമൊക്കെ കടന്നു പോകുന്നത് വെറും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അധിഷ്ഠിതമായിട്ട്. ആർക്കാരോടാ ഇവിടെ ബന്ധം? ദൈവമേ, അതുകൊണ്ട് ബന്ധങ്ങളെ ഊഷ്മളങ്ങളാക്കാൻ ഇതൊന്നുമല്ല വഴി. സ്നേഹിക്കുക, സ്നേഹം കലഹിക്കരുത്, സ്നേഹം കോപിക്കരുത്, സ്നേഹം തിന്മയായത് ചിന്തിക്കരുത്, സ്നേഹമെല്ലാം സഹിക്കണം, സ്നേഹമെല്ലാം ക്ഷമിക്കണം, സ്നേഹമെല്ലാം വിട്ടുകൊടുക്കണം, സ്നേഹം മറ്റുള്ളവന്റെ നന്മയെ ആഗ്രഹിക്കണം. ആ ഒരു സ്നേഹത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഈ തീർത്ഥാടനത്ത് കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ഉള്ളു നിറയെ സ്നേഹമായിട്ട് വേണം പോകാൻ. ഉള്ളു നിറയെ സ്നേഹം. സോറി പറയേണ്ടവരോട് സോറി പറയാൻ, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാൻ. മറക്കേണ്ടത്, നമ്മുടെ ഈ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ തലച്ചോറിലുണ്ട്. നമ്മുടെ തലച്ചോറും അതുപോലെ ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്, ഓർത്തിരുന്ന് വഴക്കുണ്ടാക്കരുത്. മറക്കേണ്ടത് മറക്ക്, പൊറുക്കേണ്ടത് പൊറുക്ക്. കുടുംബത്തെ ഒരു സ്നേഹനികേതനമാക്കുമ്പോൾ തലമുറകളെ രൂപപ്പെടുത്തിയെടുക്കുന്ന വലിയൊരു പ്രക്രിയക്കാണ് നിങ്ങളിവിടെ രൂപം കൊടുക്കുന്നത്. അല്ലാതെ
ഈ വിജ്ഞാന ക്ലാസ് അല്ലെ പഠന ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല, ഇത് തലമുറകൾക്ക് വേണ്ടിയാണ്. അത് എന്തിനെ കുറിച്ചായാലും, അത് ഗുരുദേവധർമ്മമായാലും അല്ല, എന്തായാലും നിങ്ങളെല്ലാം പഠിക്കണം, എല്ലാം. കാരണം ഞാൻ ആദ്യം ഇവരെന്നെ ക്ലാസ്സിന് വിളിച്ചപ്പോ ആദ്യം ഞാൻ വർക്കലേക്ക് പോയി, ശിവഗിരിക്ക് പോയി, ചമ്പഴത്തിൽ കയറി. എന്നിട്ട് മേടിക്കാവുന്ന പുസ്തകം എല്ലാം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് വായിച്ചു. ചുമ്മാണ്ട് ക്ലാസ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഞാൻ എല്ലാം വായിക്കുന്ന കൂട്ടത്തിലാ. ഞാൻ എന്റെ വീട്ടില് ഫ്രെയിം ചെയ്ത് തൂക്കിയിരിക്കുന്ന ഒരു സാധനം ഉണ്ട്, കർമ്മണ്യേവാധികാരസ്തേ മ ഫലേഷു കഥാചന. ഇത് ഭഗവത്ഗീതയിലെ ഒരു സൂക്തമാണ്. അത് ഞാൻ ഡൽഹി പഠിച്ചപ്പോ വഴിയറമ്പില് ഈ ബാത്തിക് പ്രിന്റ് വിൽക്കുന്ന പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് 30 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാ. കുറെ പടം ഉണ്ടായിരുന്നു, ഞാനത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫ്രെയിം ചെയ്ത് വെക്കാൻ നേരം തേര് തെളിക്കുന്ന കൃഷ്ണനും അടുത്ത് നിൽക്കുന്ന അർജുനനുമാണ്. എന്റെ കെട്ടിയനോട് ചോദിച്ചു, നിനക്ക് എന്നാ മനസ്സിലായത്? അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല, നല്ല ഭംഗി ഈ തേര് ഈ കൃഷ്ണൻ കാണാൻ. അപ്പൊ എന്നോട് പറഞ്ഞു, അതല്ല മോളെ, അതിനൊരു അർത്ഥമുണ്ട്. കർമ്മം ചെയ്യാനാണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത്, ഫലം ഇച്ഛിക്കരുത്. ഫലം തരുന്നത് ഈശ്വരനാണ്. നിങ്ങളുടെ കർമ്മം ചെയ്യും നിങ്ങള്, ബാക്കി ഈശ്വരൻ തരും. എനിക്കൊരു തിരിച്ചറിവായിരുന്നു, അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ചിലനോട് ചോദിക്കാറുണ്ട്, ഇത് ഹിന്ദുക്കടയല്ലേ? ഞാൻ അങ്ങനൊന്നും ഇല്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ വളരെ വിശാലമാണ് ആ അർത്ഥം. അതുകൊണ്ട് ഇടുങ്ങിയ മനസ്സുണ്ടാകാതിരുന്നാൽ മതി. കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടായാൽ മതി. മനുഷ്യന്മാരെ സ്നേഹിക്കാൻ, കുടുംബങ്ങളെ സ്നേഹിക്കാൻ, സഹോദരന് നന്മ ചെയ്യാൻ. അതെ, ഈ വിജ്ഞാന ക്ലാസ്സുകൾ നമുക്ക് തരേണ്ടത് കുറെ തിരിച്ചറിവുകൾ. അതുകൊണ്ട് അങ്ങനെ നല്ല തിരിച്ചറിവുകളായി മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാൻ. ഞാൻ നിർത്തിക്കോട്ടെ? മുണ്ടക്കയം അതൊരു SNDP. അപ്പോഴ് ഞാൻ നിർത്തും കേട്ടോ. മടുത്തോ? ഇല്ലേ? സന്തോഷായോ? ചിരിക്കുമല്ലോ ഇനി. ആദ്യമായിട്ട് ചിരിക്കാൻ പഠിക്കണം, രണ്ടാമതായിട്ട് ചിരിപ്പിക്കാൻ പഠിക്കണം. വീട്ടിൽ മുഖം നോക്കുന്ന കണ്ണാടിയുണ്ടോ? നല്ല ദേഷ്യം വരുമ്പോ ഓടിച്ചെന്ന കണ്ണാടിയിൽ നോക്കണം. ജീവിതത്തിൽ പിന്നെ നിങ്ങൾ ദേഷ്യപ്പെടത്തില്ല. നേരെ നല്ല സങ്കടം വരുമെന്ന് വെച്ച് നോക്കിയോ, ജീവിതത്തിൽ പിന്നെ കരയത്തില്ല. സന്തോഷായിരിക്കാൻ ശ്രമിക്കുക, എപ്പോഴും സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സാമീപ്യം വേറൊരാൾക്ക് നൊമ്പരമാവരുത്. When you cause a pain to somebody, that is sin. നിങ്ങളുടെ സാമീപ്യം ആർക്കെങ്കിലും നൊമ്പരത്തിന് കാരണമാകുന്നുവെങ്കിൽ ലോകത്തിലേക്ക് വലിയ പാപമാണത്. പാപം ചെയ്യരുത്. അതുകൊണ്ട് നമ്മുടെ സാമീപ്യം ആർക്കും, അത് അമ്മായിമ്മയായിക്കോട്ടെ, അമ്മായിപ്പനായിക്കോട്ടെ, ചേട്ടന്റെ ഭാര്യ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആർക്കും സന്തോഷമുള്ള ഒരു അനുഭവമാക്കി എടുക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാൻ പറ്റും. ഞാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെ ഞാൻ പ്രസംഗിക്കാറുള്ളൂ. പറ്റാത്ത ഞാൻ മിണ്ടായിരിക്കും. അതെന്റെ ഒരു സൂത്ര. പറ്റുന്നൊക്കെ ഇപ്പൊ പറഞ്ഞല്ല എന്നെ കൊണ്ട് പറ്റിയതാ. അതുകൊണ്ട് നിങ്ങൾക്കും പറ്റുമെന്ന് എനിക്കറിയാം. സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്താ പറയുക, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വരാന്, ഈ പുണ്യ ഭൂമിയിൽ നിന്ന് സംസാരിക്കാന് എനിക്ക് അവസരം തന്നതിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഇതിന്റെ എല്ലാ സംഘാടകരെയും, തേജ് പ്രസാദാണ് എന്നെ വിളിച്ചത്, പ്രസാദിനെ അറിയിക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് വളരാനാണ് ഇങ്ങനെയുള്ള യാത്രകളും പഠനങ്ങളും നമ്മളെ സഹായിക്കേണ്ടത്. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാ നന്മകളും നേർന്നുകൊണ്ട്, പ്രാർത്ഥനകള് നേർന്നുകൊണ്ട്, എന്നെ വിളിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.